കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ രാത്രിയിൽ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ അതിരാവിലെ തിരുസന്നിധി രാത്രി കൂട്ടായ്മയിൽ കൂടി വരുവാൻ ആയുസ്സും ആരോഗ്യവും ബലവും നൽകിയ കർത്താവിന് മുഴുവൻ മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം. ഈ പകലിലും ദൈവമായ കർത്താവ് നമ്മെ അവിടെവിടങ്ങളിലായി സൂക്ഷിച്ചു പരിപാലിച്ചു. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. കൊടിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ, ഇന്ന് പകലിലും നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും എല്ലാം അവിടെവിടങ്ങളിലായി സൂക്ഷിച്ച പരിപാലിച്ച ആ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും എന്നുള്ള ആ പ്രത്യാശ നമുക്ക് നൽകി ആ പ്രത്യാശയോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, അവിടുത്തെ വരവിന് മുന്നോടിയായി നിറവേറേണ്ട തിരുവചന സത്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിലും യേശുക്രിസ്തുവിന്റെ ജനനത്തെയോ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെയോ യേശുക്രിസ്തുവിന്റെ മരണത്തെയോ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെയോ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെയോ കുറിച്ച് യാതൊരു അറിവുമില്ലാതെ ക്രിസ്തുവിന്റെ അനുയായികളാണെന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളെ നമുക്ക് ചുറ്റുപാടും കാണുവാൻ കഴിയും. ഒരുപക്ഷെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തികൾ അവിടുത്തെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ചിട്ടും അതെന്തിനു വേണ്ടിയാണെന്നുള്ള അറിവോടുകൂടെ ജീവിക്കാതെ ഇന്നും ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി നാം കേൾക്കുവാൻ പോകുന്ന പാട്ട് ഒരു സംഗീതമല്ല, ഒരു സാക്ഷ്യമാണ്. ഒറ്റപ്പെട്ട രാത്രികളിൽ നിന്ന് ദൈവിക നിയമനത്തിലേക്കുള്ള യാത്ര. ഈ പാട്ട് ശ്രവിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദിവസങ്ങൾ എഴുതിയവൻ, എന്റെ ഭാവി കയ്യിൽ പിടിച്ചവൻ, ഞാൻ യാദൃശ്ചികമല്ല, ഞാൻ ദൈവിക നിയമനം. എന്റെ ജീവിതം ഒരു സാദൃശ്യം, എന്റെ ജനമിനം എന്റെ ജീവിതം ഒരു സാദൃശ്യം, എന്റെ ജനനം ഒരു വിമനെ. പാപം വന്നാലും വാഗ്ദാനം മങ്ങിയില്ല, ഇരുട്ട് ചുറ്റിയാലും വെളിച്ചമണഞ്ഞില്ല. ക്രൂശിലെ രക്തം എന്റെ
വില പറഞ്ഞത് ശൂന്യക്ക പറഞ്ഞ പ്രഭാതം എന്റെ ജയമുറപ്പിച്ചത് ഇന്നൻ കണ്ണീർ വിത്താവാലും ജയം പൊട്ടി തെളിയും ഞാൻ ദൈവത്തിന്റെ മറുപടി തലമുറക്കായി ജനിച്ചു എന്റെ ജീവിതം ഒരു സാദൃശ്യം എന്റെ ജനനം ഒരു വിലനി എന്റെ ജീവിതം ഒരു സാദൃശ്യം എന്റെ ജനനം ഒരു വിലനി ഹല്ലേലൂയ. ഞാൻ എന്തിനു വേണ്ടി ജനിച്ചു? ആമേൻ. എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഇന്ന് രാത്രി വിശുദ്ധ ബൈബിളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നൽകിത്തരുന്ന വചനത്തിലൂടെ നമ്മോട് കൃത്യമായി വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഇന്ന് രാത്രി കൂടി വരുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വരും ദിനങ്ങളിൽ ഈ സന്ദേശം കേൾക്കാൻ പോകുന്ന എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, എന്തിനു വേണ്ടി ഞാൻ ജനിച്ചു എന്ന് അറിഞ്ഞ് ആ ലക്ഷ്യ പ്രാപ്തിക്ക് വേണ്ടി ജീവിക്കുവാൻ കർത്താവേ, ഇന്ന് രാത്രി ജീവിതങ്ങളോട് സ്വർഗ്ഗം ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ വേണ്ടി ശക്തീകരിക്കണമേ. ജനത്തെ അവിടെ ഒരുക്കണം. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന വരും ദിവസങ്ങളിൽ ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വേദ ആമേൻ ചിന്തയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ആമേൻ പങ്കാളികളാകുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ലക്ഷ്യം എന്തെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അതേ വെളിപ്പെടുത്തുവാനിടയാകും. പ്രിയമുള്ളവരെ, എന്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കൂടപ്പിറപ്പേ, പ്രിയ യൗവനക്കാര, യൗവനക്കാരി, കുഞ്ഞേ, ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ഒരു പഴയ കഥയല്ല. ആമേൻ. ഒരു ശിശുവിന്റെ ജനന വിവരമല്ല ഇത്. നിന്റെ ജീവിതത്തിന്റെ രഹസ്യം തുറക്കുന്ന ദൈവിക വെളിപ്പെടുത്തലിന്റെ രാത്രിയാണ്. ഹല്ലേലൂയ. നാം കേട്ടുകൊണ്ടേയിരിക്കുന്ന, ഇന്നും അനേകരെ കേൾക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പദമാണ് യേശു. യേശു, യേശു. യേശു എന്തിന് ജനിച്ചു? ഇന്നും യേശുവിനെ അനുഗമിക്കുന്ന തലമുറകൾക്കറിയില്ല യേശു എന്തിന് ജനിച്ചു. ആമേൻ. അവന്റെ ജനനം നിന്റെ ജീവിതവുമായി എന്തു ബന്ധമാണ്? ഹല്ലേലൂയ. യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് യേശുവിന്റെ ബന്ധമെന്താണ്? അല്ലെങ്കിൽ ആ വ്യക്തിയും യേശുവുമായിട്ടുള്ള ബന്ധമെന്താണ്? ഇന്നും യേശുവിനെ അനുഗമിക്കുന്ന തലമുറകൾക്ക് അതറിയില്ല. നീ
എന്തിനീ കാലഘട്ടത്തിൽ ജനിച്ചു? സ്തോത്രം. ചിലര് ചോദിക്കുന്നു, അല്ലേ, നീ എന്തിനാണ് ഇങ്ങനെ ജനിച്ചത്? ഒരു പക്ഷേ ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഇങ്ങനെ ജനിച്ചത് എന്ന് സ്വയം എന്ത് ചെയ്തിട്ടുണ്ടാകാം, ചോദിച്ചിട്ടുണ്ടാകാം. ഇന്ന് രാത്രി ശാന്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജനനം എന്തിനു വേണ്ടിയായിരുന്നു? നീ എന്തിനാണ് ഈ കാലഘട്ടങ്ങളിൽ ജനിച്ചത്? നീ അനുഗമിക്കുന്ന യേശുവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇന്ന് രാത്രി വചനചിന്തയ്ക്ക് ആധാരമായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കാം. ഹല്ലേലൂയ. നിന്നെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ പുറത്തു വരുന്നതിന് മുന്നേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി സത്യ വേദ പുസ്തകം, ആമേൻ, എന്തിനു വേണ്ടി ഞാൻ ജനിച്ചു, ആമേൻ, എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ച്, ആമേൻ, നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം ശ്രവിക്കുന്നെങ്കിൽ അവരോടായി ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. വിശുദ്ധീകരിക്കുന്നതിന് മുമ്പ്, ആമേൻ, നിന്നെ അറിഞ്ഞ ദൈവം യേശുവിനെ, ആമേൻ, അറിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതെ, യേശുവിന്റെ ജനനം ഒരു ചരിത്ര സംഭവമല്ല. ആമേൻ. ഈ ഭൂമിയിൽ ജനിച്ച, ആമേൻ, നിന്റെ മോചനത്തിന്റെ തുടക്കമായിരുന്നു യേശുവിന്റെ ജനനം. ആമേൻ. അത് നിന്റെ വിളിയുടെ തെളിവായിരുന്നു. ആമേൻ. അത് നിന്റെ ജനനത്തിന്റെ അർത്ഥമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗ്ഗം ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. ആമേൻ. യേശു ജനിച്ചത്, ആമേൻ, നിനക്കായിട്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതെ, നീ ജനിച്ചത് ഒരു ദൈവിക ലക്ഷ്യത്തിനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി, ആമേൻ, ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ, ചില പ്രതികൂലങ്ങളുടെ മുമ്പിൽ, ചില പ്രതിബദ്ധതയുടെ മുമ്പിൽ, ആമേൻ, നീ ആയിരിക്കുമ്പോ നീ നിന്നോട് തന്നെ ചോദിക്കാറില്ലേ, എന്തിനാണ് ഞാൻ ഇങ്ങനെ ജനിച്ചത്? ആമേൻ. ഒരുപക്ഷെ നിന്റെ വീട്ടിലായിരിക്കുന്നവർ നിന്നോട് ചോദിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവർ ചോദിച്ചിട്ടുണ്ടാകാം, നീ എന്തിനാ ഇങ്ങനെ ജനിച്ചത്? ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ജനിച്ചത്, ആമേൻ, എന്തിനാണെന്നറിയാമോ? ഒരു ദൈവിക പദ്ധതിക്കായിട്ടാണ്, ഒരു ദൈവിക ലക്ഷ്യത്തിനായിട്ടാണ്. ആമേൻ. യേശു ജനിച്ചത് എന്തിനാണെന്നറിയാമോ? ആമേൻ. ഒരു സത്യം ഇന്ന് രാത്രി നീ മനസ്സിലാക്കണം, യേശു ജനിച്ചത് നിനക്കായിട്ടാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ആമേൻ, നീ, ആമേൻ, അതെ, ജനിച്ചത്, ആമേൻ, ഹല്ലേലൂയ, അതെ, മരിക്കാൻ വേണ്ടിയല്ല. ആമേൻ. നിന്റെ ജനനം, ആമേൻ, ഒരു അപകട ജനനം ആയിരുന്നില്ല. ഹല്ലേലൂയ. നീ ഒരു ദൈവിക നിയമനത്തിന്റെ, ആമേൻ, അതേ, പദ്ധതിക്കായിട്ട് ജനിച്ചവനാണ്. ഹല്ലേലൂയ. നീ ഒരു ദൈവിക നിയമനത്തിന്റെ പദ്ധതിയായി ജനിച്ചവളാണ്. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് ഈ തലമുറയുടെ ഏറ്റവും വലിയ ചോദ്യം എന്താണെന്നറിയോ? ആമേൻ, ഞാൻ എന്തിന് ജനിച്ചു? ഹല്ലേലൂയ. എനിക്ക് എന്തിന് ഇങ്ങനെ ഒരു ജീവിതം? ഹല്ലേലൂയ. ആമേൻ. എന്റെ ജീവിതത്തിന് വിലയിൽ ഉണ്ടോ? എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടോ? ഹല്ലേലൂയ. എത്രയോ ആവർത്തി ചോദിച്ചു, ആമേൻ, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന് വിലയുണ്ടോ? ലോകം പറയുന്നത്, ആമേൻ, നീ
ആമേൻ ഒരു ആമേൻ സംഖ്യ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ആമേൻ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിനെ ആമേൻ ബർത്ത് സർട്ടിഫിക്കറ്റ് ആമേൻ ഉണ്ടാക്കണം. അല്ലേ? ഈ ലോകത്തിന്റെ സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. കുഞ്ഞെ, നീ ജനിച്ചു എന്ന് ലോകം അംഗീകരിക്കണമെങ്കിൽ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. ആമേൻ. അതിനകത്ത് ഒരു നമ്പർ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. അല്പം കൂടെ കഴിഞ്ഞാൽ ആമേൻ ആ ജനന സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തിക്ക് ആമേൻ ഇവിടുത്തെ ഗവൺമെന്റ് ആമേൻ ഒരു നമ്പർ കൊടുക്കും. ആമേൻ. ഏതാ? ആധാർ നമ്പർ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റും ആധാർ നമ്പറും ഉള്ള വ്യക്തിക്ക് ആമേൻ അതേ സ്കൂളിൽ അഡ്മിഷൻ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതേ സ്കൂൾ വിദ്യാഭ്യാസം പഠനാനന്തരം ആമേൻ ഈ ലോകം ആമേൻ അവർക്ക് ആമേൻ ജോലി ആമേൻ വാഗ്ദാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഒരു ജോലിയിലെ എംപ്ലോയി ആമേൻ ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഐഡി ഉണ്ട്. അല്ലേ? ഹല്ലേലൂയ. ആമേൻ. അർദ്ധ സർക്കാരായാലും പൂർണ്ണ സർക്കാരായാലും ആമേൻ ഇവിടെ ആമേൻ വിദ്യാഭ്യാസമുള്ള ആമേൻ ഐഡന്റിറ്റി ഉള്ള ആമേൻ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് ആമേൻ എംപ്ലോയ്മെന്റ് ഒരു ഐഡി കാർഡ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ വളർന്നു വരുന്ന തലമുറ ആമേൻ പൈസ കിട്ടി കഴിയുമ്പോ കിട്ടിയില്ലെങ്കിലും ഒരു മൊബൈലൊക്കെ ആമേൻ ഒപ്പിക്കും, വാങ്ങിക്കും. അല്ലേ? ഹല്ലേലൂയ. എന്നിട്ട് ആമേൻ സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ടും കൂടെ എടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നിട്ട് ഇതാണ് ലോകം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതാണ് എന്നെ കുറിച്ചുള്ള ആമേൻ അതേ ജീവിതത്തിന്റെ അർത്ഥം. ആമേൻ. എന്താണ്? ആമേൻ ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ ആമേൻ അതേ ആധാർ കാർഡ്, പിന്നെ ആമേൻ ഒരു ജോലി, പിന്നെ ആമേൻ അതേ ഒരു ആമേൻ അക്കൗണ്ട്. ഹല്ലേലൂയ. ജീവിതം ആമേൻ ഇതിൽ ആമേൻ ഇതുകൊണ്ട് ജീവിതം ആമേൻ അവസാനിപ്പിക്കുകയാണ്. അല്ലേ? ആമേൻ. ജനിച്ചു, പഠിച്ചു, ആമേൻ പിന്നെ വിവാഹം കഴിച്ചു, ജോലി ചെയ്തു, പിന്നെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന നിലയിൽ അഭിനയിക്കുകയോ പാടുകയോ വരയ്ക്കുകയോ ആമേൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ആമേൻ 6 അടി മണ്ണ് കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുക. ഇതാണ് ആമേൻ ജീവിതം എന്ന് ആമേൻ അതേ ചിന്തിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ. എന്നാൽ ദൈവം പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. ഇന്ന് രാത്രി നല്ല ആമേൻ ഒരു കുടുംബത്തിൽ ജനിച്ചു, ആമേൻ അതേ നല്ല ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, ആമേൻ നല്ലൊരു ആധാർ കാർഡ് നമ്പർ കിട്ടി, ആമേൻ നല്ലൊരു ആമേൻ എംപ്ലോയ്മെന്റ് ഐഡി ഉണ്ടാക്കി, ആമേൻ നല്ലൊരു ജോലി നേടി, ആമേൻ ഹല്ലേലൂയ ഒരു സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു നല്ല വ്യക്തിയായി, അല്ലേ? ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി തിളങ്ങി, ആമേൻ 6 അടി മണ്ണുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ആമേൻ നിന്റെ ജീവിതം, നിന്റെ ജനനം അങ്ങനെ അവസാനിക്കുവാനല്ല, ആമേൻ നിനക്ക് ഈ ഭൂമിയിൽ ജനിക്കുവാൻ അവസരം നൽകിയ ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് വിശുദ്ധ ബൈബിളിലൂടെ നാം പ്രാരംഭത്തിൽ വായിച്ചു കേട്ടത്. ആമേൻ കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവിലൂടെ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ലോകം അറിഞ്ഞത് എപ്പോഴാണ്? സ്തോത്രം. ലോകമറിഞ്ഞത് 2 വ്യക്തിത്വങ്ങൾ, ആമേൻ അല്ലേ? ഹല്ലേലൂയ. എതിർലിംഗത്തിൽപ്പെട്ട 2 വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് ആമേൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ, ആമേൻ അവർ ഒരുമിച്ചപ്പോൾ ആമേൻ അവരുടെ അകത്ത് ഉരുവായി. ആ ഉരുവായ കുഞ്ഞ് ആമേൻ 9 മാസവും 9 വിനായികയും 9 നാഴികയും കഴിഞ്ഞ് ആമേൻ അതെ ഈ ലോകത്തിലേക്ക് പിറന്ന് കഴിഞ്ഞപ്പോഴാണ് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അറിഞ്ഞത് ഇങ്ങനൊരു കുഞ്ഞ് ജനിച്ചത്. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ അവിടുന്ന് കിട്ടിയ ബർത്ത് സർട്ടിഫിക്കറ്റുമായി ആമേൻ അതെ സ്കൂളിലോ കോളേജിലോ ആമേൻ ജോലി സ്ഥലത്തോ എത്തപ്പെട്ടപ്പോഴാണ് അവരറിഞ്ഞത് ഇങ്ങനൊരു വ്യക്തി ലോകത്തിൽ ജനിച്ചെന്നുള്ളത്. ഹല്ലേലൂയ. എന്നാൽ അത് ദൈവം പറയുന്നത്, കുഞ്ഞേ നിന്റെ അപ്പനും അമ്മയും നീ ജനിക്കാൻ കാരണമായ വ്യക്തിത്വങ്ങൾ ആമേൻ അറിയുന്നതിന് മുമ്പേ
ആമേൻ. അതെ, നീ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞെന്ന്. ഇന്ന് രാത്രി എന്തിനു വേണ്ടി ജനിച്ചു, എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം, എന്തിനാ ഇങ്ങനെ ഒരു ആമേൻ ആമേൻ ജീവിതം എന്ന് ചോദിച്ച് കരയുന്ന ജീവിതങ്ങളോട് ഇന്ന് രാത്രി സ്വർഗം പറയുക. ആമേൻ, നിന്റെ പഞ്ചായത്ത് നിന്നെ അറിയുന്നതിന് മുമ്പ്, ആമേൻ, നിന്റെ രാജ്യം നിന്നെ അറിയുന്നതിന് മുമ്പ്, നിന്റെ സുഹൃത്തുക്കൾ നിന്നെ അറിയുന്നതിന് മുമ്പ്, എന്തിന് നിന്നെ നൊന്തു പ്രസവിച്ച നിന്റെ അമ്മ അറിയുന്നതിന് മുമ്പ്, അതിന് കാരണമായ നിന്റെ അപ്പൻ അറിയുന്നതിന് മുമ്പേ, നീ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിൻ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഹല്ലേലൂയ, ആമേൻ. യിരെമ്യാവേ, നിന്നെ നിന്റെ അമ്മ, നിന്റെ പിതാവ് അറിയുന്നതിന് മുമ്പ്, ഓ നിന്റെ സുഹൃത്തുക്കൾ, ഓ നിന്റെ ചുറ്റുപാടുമുള്ളവർ, നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ ഉറ്റവർ, നിന്റെ ഉടയവർ അറിയുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞെന്ന്, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചെന്ന്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. കുഞ്ഞേ, നീ ജനിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ലോകം പറയും ആമേൻ പഠിക്കാൻ വേണ്ടിയാ, ലോകം പറയും ജോലിക്ക് വേണ്ടിയാ, ലോകം പറയും ലോകത്തിന് വേണ്ടിയാ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നിന്റെ കഴിവുകളെ, മികവുകളെ ലോകത്തിന് വേണ്ടി വെളിപ്പെടുത്തണമെന്ന് ലോകം പറയുമ്പോൾ, അതേ യിരെമ്യാവിനോട് ദൈവം പറയുകയാണ്, ആമേൻ, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഹല്ലേലൂയ, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. എന്തിനു വേണ്ടി? ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ആമേൻ. ഉരുവാക്കിയതിനു മുമ്പേ ദൈവം നിന്നെ അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. നീ ഭൂമിയിൽ വന്നതിന് മുമ്പ് നിന്റെ പേരറിയുന്ന ഒരാൾ സ്വർഗത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നീ ജനിക്കുന്നതിന് മുമ്പ് ആമേൻ നിന്റെ നിയോഗം നിശ്ചയിച്ചിരുന്നു. ഹല്ലേലൂയ, ആമേൻ. നമ്മളൊക്കെ നമുക്ക് ജനിക്കാൻ പോകുന്ന തലമുറയ്ക്ക് പേരിടുന്നത് എപ്പോഴാണ്? ആമേൻ, ഉദരത്തിൽ ഉരുവായി കഴിയുമ്പോൾ ആമേൻ അതേ തീരുമാനിക്കാൻ തുടങ്ങും, ഇന്ന പേരങ്ങിടണമെന്നോ. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ, ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് ആമേൻ പേര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ ആമേൻ നല്ലൊരു പേരൊക്കെ കണ്ടുവെക്കും. ഹല്ലേലൂയ. എപ്പോഴാണ്? ആമേൻ വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. ആമേൻ, അല്ലേ? ഉണ്ടായി കഴിയുമ്പോഴാണ് പേരെന്ത് ചെയ്യുന്നത്? ഇടുന്നത്. അല്ലേ? സ്തോത്രം. നീ ആദ്യം ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ആമേൻ, നീ ഉണ്ടാകാനുള്ള ആദ്യത്തെ ആലോചന ആമേൻ നിന്റെ മാതാപിതാക്കളുടെ ആലോചനയല്ലായിരുന്നു. നീ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആമേൻ നിനക്ക് എന്ത് ഉടുപ്പിടിപ്പിക്കണം, നിന്നെ ഏത് സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് പഠിപ്പിക്കണം ആമേൻ എന്നൊക്കെ നീ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് നിന്റെ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നത്? ആലോചിക്കാൻ തുടങ്ങുന്നത്. അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നീ ആദ്യം ദൈവത്തിന്റെ ആലോചനയിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ തലമുറ ആത്മഹത്യ ചിന്തയിൽ, ഹല്ലേലൂയ, അപമാനത്തിൽ, ആമേൻ, പരാജയ ബോധത്തിൽ, അല്ലേ, ഈ ലോകത്തിൽ ജനിച്ചു വീണുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞും വളരുന്ന ലോകത്തിൽ ആമേൻ തലമുറ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അപമാനത്തിനകത്ത് അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരാജയ ബോധത്തിനകത്ത് കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞേ, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, നിന്റെ അമ്മയും നിന്റെ പിതാവും ആലോചിക്കുന്നതിന് മുമ്പ് നിന്നെ കുറിച്ച് ആമേൻ ഒരാലോചനയുള്ള ഒരു പിതാവുണ്ട്, ഒരപ്പനുണ്ട്, ആമേൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം ഇന്ന് പറയുന്നു, നീ എന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. ഈ സത്യം നീ അറിയാതെ പോകരുത്. ഈ യാഥാർത്ഥ്യം നീ അറിയാതെ പോകരുത്. ഈ കഷ്ടമുള്ള വീട്ടിൽ, ഈ വേദനയുള്ള വീട്ടിൽ, ഈ പരിമിതിയുള്ള വീട്ടിൽ ഞാൻ എന്തിനാ ജനിച്ചേ? ഇങ്ങനൊരു വീട് എന്തിനാ?
ഇങ്ങനൊരു ജീവിതം എന്തിനാണ്? ആമേൻ. ചിന്തിച്ച് സ്വയം ജീവിതം അവസാനിപ്പിക്കുവാനല്ല ഈ ലോകത്തിൽ പിറന്നു വീഴുവാൻ ആമേൻ ദൈവം നിനക്ക് അവസരം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആത്മഹത്യയുടെ ചിന്തയിൽ നിന്ന്, അപമാനിക്കപ്പെടുന്ന വിഷയത്തിനകത്ത് നിന്ന്, പരാജയ ബോധത്തിനകത്ത് നിന്ന് ഇന്ന് രാത്രി ചില തലമുറകളെ ലക്ഷ്യബോധത്തിലേക്ക് നയിപ്പാൻ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ പരിവർത്തിക്കുന്ന രാത്രിയാ വിശ്വസിക്കുന്ന മാതാക്കൾ, പിതാക്കൾ, ആമേൻ, അഭിഷക്തന്മാർ ആമേൻ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആമേൻ. ദൈവം ഇന്ന് പറയുന്നു, നീ എന്റെ പദ്ധതിയുടെ ഭാഗമാണ്. സങ്കീർത്തനം 139:16. ഹല്ലേലൂയ. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. ആമേൻ. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ആമേൻ. നിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം അല്ല കേട്ടോ. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ പുസ്തകത്തിൽ മുമ്പേ എഴുതപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ പിണ്ഡാകാരമായിരുന്നപ്പോ ആമേൻ, ആമേൻ, അതെ, നിന്നെ അവൻ കണ്ടുവെന്ന്. ഹല്ലേലൂയ. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം അവിടുത്തെ പുസ്തകത്തിൽ എഴുതിയിരുന്നുവെന്ന്. ആമേൻ. നിന്റെ ജീവിതം ആമേൻ ഒരു തുറന്ന പുസ്തകമല്ല, അത് ദൈവത്തിന്റെ പുസ്തകത്തിൽ മുമ്പേ എഴുതപ്പെട്ടതാണ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ദിവസങ്ങൾ ഹല്ലേലൂയ ആമേൻ നിയന്ത്രണം ആമേൻ ഇല്ലാത്തതല്ല. സ്തോത്രം. ഹല്ലേലൂയ. നിയന്ത്രണം വിട്ടിട്ടില്ലെന്ന്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ പരീക്ഷകൾ ദൈവത്തെ അമ്പരപ്പിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ ഭാവി അസ്ഥിരമല്ല. ആമേൻ. ഇന്നത്തെ യുവാക്കൾ പറയുന്നത് എന്താ? എന്റെ ഭാവി അനിശ്ചിതമാണ്. എനിക്ക് ജോലിയില്ല. ആമേൻ. എനിക്ക് സുരക്ഷിതത്വമില്ല. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി വചനം പറയുന്നു, നിന്റെ ദിവസങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഈ തലമുറയ്ക്കായുള്ള ആമേൻ പ്രവചന ആത്മാവിൽ ആമേൻ ചില ദൂതുകൾ ആമേൻ പറയുവാൻ ദൈവാത്മാവിനെ നിയോഗിക്കുകയാണ്. ആമേൻ. നീ യാദർശികമായി ജനിച്ചവളല്ല, നീ യാദർശികമായി ജനിച്ചവനല്ല, നീ ആമേൻ അതെ കൊള്ളരുതാത്തവനല്ല. ആമേൻ. നീ സമൂഹത്തിനൊരു ഭാരമല്ല, നീ നിന്റെ വീടിന് ഒരു ഭാരമല്ല, നീ നിന്റെ കുടുംബത്തിന് ഒരു ഭാരമല്ല. നിന്റെ കുടുംബത്തിൽ ആമേൻ ദൈവത്തിന്റെ മറുപടിയാണ് നീ. ഹല്ലേലൂയ. നിന്നിലൂടെ നിന്റെ ഭവനത്തിനകത്ത് ആമേൻ ദൈവിക നിയോഗങ്ങൾ ആമേൻ വെളിപ്പെടുവാൻ ദൈവം നിന്നെ നിയമിച്ചാക്കിയിരിക്കുകയാണ്. നിന്നിലൂടെ ആമേൻ ഈ തലമുറയിൽ അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തി ആമേൻ വെളിപ്പെടുത്തുവാൻ ദൈവം മുന്നമേ നിന്നെ നിയമിച്ചാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൽ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ആമേൻ മറുപടി നിന്നിലൂടെ ദൈവം ചെയ്യുവാൻ നിന്നെ മുൻ കണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ചില ഒറ്റപ്പെടലുകളെ കുറിച്ച് ഇന്നലെ നാം ചിന്തിച്ചു. ഹല്ലേലൂയ. ആമേൻ. യോസേഫിനെ ദൈവം മുന്നമേ കണ്ടതാണ്. ഹല്ലേലൂയ. പത്രോസിനെ ദൈവം മുന്നമേ കണ്ടതാണ്. ആമേൻ. ശമര്യക്കാരി സ്ത്രീയെ ദൈവം മുന്നമേ കണ്ടതാണ്. ആമേൻ. ഇന്ന് രാത്രി ആമേൻ നിന്നെ മുന്നമേ കണ്ടവൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, നീ ആമേൻ നിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ മറുപടിയാണ്. ആമേൻ. നിന്റെ പട്ടണത്തിൽ, നിന്റെ നഗരത്തിൽ, നിന്റെ ഗ്രാമത്തിൽ ആമേൻ ദൈവത്തിന്റെ വെളിച്ചം നീയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ അത് സ്വീകരിക്കും? ആമേൻ. നിന്റെ നഗരത്തിൽ, നിന്റെ വില്ലേജിൽ, നിന്റെ പഞ്ചായത്തിൽ, ഹല്ലേലൂയ, നിന്റെ വാർഡിൽ ആമേൻ നീ ദൈവത്തിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. നിന്റെ തലമുറയിൽ ആമേൻ ദൈവത്തിന്റെ ശബ്ദം നീയാണ്. ഇന്ന് ദൈവം നിന്നോട് ചോദിക്കുന്നു, ആമേൻ, ഞാൻ നിന്നെ വിളിച്ച കാര്യത്തിൽ നീ ആമേൻ എഴുന്നേൽക്കുമോ?
ഞാൻ ഏൽപ്പിച്ച ദൗത്യം ആമേൻ ചെയ്യുവാൻ നീ നിന്നെ തന്നെ സമർപ്പിക്കുമോ? ഹല്ലേലൂയ. ആമേൻ. നീ ജനിച്ചത് മറ്റുള്ളവരെ അനുകരിക്കാനല്ല. ഇന്ന് അനുകരണമാണ് തലമുറയുടെ ലക്ഷ്യം. ഹല്ലേലൂയ. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതിന്റെ പുറകെ പോകുന്ന തലമുറയെയാണ് നമുക്ക് ചുറ്റും കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് രാത്രി ആമേൻ ജനിക്കുവാൻ ഈ ഭൂമിയിൽ അവസരം നൽകിയ പിതാവ് നിന്നെ കുറിച്ചുള്ള ലക്ഷ്യം എന്തെന്ന് ഇന്ന് രാത്രി നിന്നോട് അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിയോഗം നിറവേറ്റാൻ, നീ മറ്റുള്ളവരെ അനുകരണം ചെയ്യുവാനല്ല, ദൈവത്തിന്റെ നിയോഗം നിറവേറ്റുവാനാണ് ഹല്ലേലൂയ ജനിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇന്ന് രാത്രി ആമേൻ ഒന്നും കൂടെ പറയട്ടെ. ആമേൻ. നിന്റെ ജനം ഒരു അപകടന ജനനമല്ല. ആമേൻ. ആ ചഞ്ചത്ത് കൈവച്ചു പറ. ആമേൻ. എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എന്നെ കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു നിയോഗമുണ്ട്. എൻ്റെ അമ്മ അറിയുന്നതിന് മുമ്പ്, എൻ്റെ അപ്പൻ അറിയുന്നതിന് മുമ്പ്, എൻ്റെ സ്കൂൾ അധ്യാപകർ അറിയുന്നതിന് മുമ്പ്, എൻ്റെ സുഹൃത്തുക്കൾ അറിയുന്നതിന് മുമ്പ്, എന്തിന് ആമേൻ നിന്റെ ഭർത്താവ് നിന്നെ അറിയുന്നതിന് മുമ്പ്, നിന്റെ ഭാര്യ നിന്നെ അറിയുന്നതിന് മുമ്പ്, നിന്റെ മക്കൾ നിന്നെ അറിയുന്നതിന് മുമ്പ്, നിന്റെ ആമേൻ ബന്ധുജനങ്ങൾ നിന്നെ അറിയുന്നതിന് മുമ്പ്, നിന്റെ വില്ലേജ് നിന്നെ അറിയുന്നതിന് മുമ്പ്, നിന്റെ പഞ്ചായത്ത് നിന്നെ അറിയുന്നതിന് മുമ്പ്, നിന്റെ കോർപ്പറേഷൻ നിന്നെ അറിയുന്നതിന് മുമ്പ്, അമ്മേ നിന്നെ നേതാക്കന്മാർ അറിയുന്നതിന് മുമ്പ്, നിന്നെ അണികൾ അറിയുന്നതിന് മുമ്പ്, നിന്നെ ബോസ് അറിയുന്നതിന് മുമ്പ് അറിയുന്ന ഒരു ദൈവം, അറിഞ്ഞ് ഈ ഭൂമിയിലേക്ക് നിന്നെ നിയോഗിച്ച് ആക്കിയ ദൈവം ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, 6 അടി മണ്ണ് കൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടതല്ല. ആമേൻ. ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടോ, ഒരു ഐഡന്റിറ്റി കാർഡ് കൊണ്ടോ, ഒരു ആധാർ കാർഡ് കൊണ്ടോ, ഒരു ആമേൻ എംപ്ലോയി ID കൊണ്ടോ, ആമേൻ ഒരു സോഷ്യൽ മീഡിയയിൽ ആമേൻ സമൂഹം അറിയുന്ന ഒരു വ്യക്തിയായി ഇവിടം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ട വ്യക്തിയല്ല. ആമേൻ. നിന്നെ കുറിച്ച് വ്യക്തമായ പ്ലാനുള്ളവൻ, വ്യക്തമായ പദ്ധതിയുള്ളവൻ ഇന്ന് രാത്രി അതേ നിന്നോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആ ചണ്ടത്ത് കൈവച്ച് പറ, എന്റെ ജനനം ദൈവത്തിന്റെ പദ്ധതിയിലാണ്. ഹല്ലേലൂയ. എന്റെ ജീവിത ദിവസങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. ആമേൻ. എന്റെ ഭാവി സുരക്ഷിതമാണ്. ഹല്ലേലൂയ. ഞാൻ ഈ തലമുറയ്ക്കുള്ള ദൈവത്തിന്റെ മറുപടിയാണ്. ഹല്ലേലൂയ. ആമേൻ. ഒരു നിമിഷം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് നിയോഗം തരുന്നു. ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് നിയോഗം തരികയാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവേ, എന്റെ ജനനത്തിന്റെ ഉദ്ദേശം എനിക്ക് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അവിടുന്ന് വെളിപ്പെടുത്തി നൽകുന്നതിനായി സ്തോത്രം. ഈ വെളിപ്പാട് പ്രാപിക്കാത്ത ജീവിതങ്ങൾക്ക് ഇന്ന് രാത്രി ആ വെളിപ്പാട് നൽകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതം അവിടുത്തെ പദ്ധതിയിൽ ആയിരിക്കുന്നതിനായി സ്തോത്രം. ഈ തലമുറയിൽ ഞാൻ വെളിച്ചമാകട്ടെ കർത്താവേ. ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ അകത്ത് വ്യക്തമായ ഒരു വെളിപ്പാട്, ഞാൻ എന്തിനു വേണ്ടി ജനിച്ചു, ആമേൻ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഇടയാകട്ടെ കർത്താവേ. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ ഈ സന്ദേശം ആമേൻ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നീ യാദർശികമായിട്ട് ജനിച്ചതല്ല. പ്രൈസ് ദി ലോർഡ്. നീ ദൈവിക നിയമനപ്രകാരം ജനിച്ചതാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ആമേൻ എന്താണ്, ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.
നാം ഇനി ചിന്തിക്കുവാൻ പോകുന്നത് ആമേൻ യേശു ആമേൻ ഈ ഭൂമിയിൽ എന്തിനു വേണ്ടി ജനിച്ചു? ഹല്ലേലൂയ. നാം ജനിച്ചത് എന്തിനു വേണ്ടി? അത് നാം ആമേൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഇന്ന് രാത്രി പ്രിയമുള്ളവരെ ഒരു മഹത്തായ സത്യമാണ് ഇനി നാം ആമേൻ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ആമേൻ യേശുവിന്റെ ജനനം ഒരു അപ്രതീക്ഷിത സംഭവം അല്ല. ആമേൻ അത് ദൈവത്തിന്റെ ആമേൻ ഒരു അടിയന്തര ആമേൻ രക്ഷാ പ്രവർത്തനമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ ഗവൺമെന്റ് അടിയന്തരമായിട്ട് ആമേൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? ആമേൻ ചിലരൊക്കെ ആമേൻ ഏതെങ്കിലും ഒക്കെ അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ആമേൻ പ്രശ്നത്തിനകത്ത് അകപ്പെടുകയോ ചെയ്താൽ ആമേൻ ഗവൺമെന്റ് അടിയന്തരമായിട്ട് ചില ക്രമീകരണങ്ങളൊക്കെ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ആമേൻ അങ്ങനെ ദൈവം ഒരു അടിയന്തര രക്ഷാപ്രവർത്തനം ചെയ്തതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ആദിയിൽ പ്രഖ്യാപിച്ച ഒരു ശാശ്വത പദ്ധതിയായിരുന്നു ആമേൻ യേശുവിന്റെ ജനനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം കോവിഡ് വന്നപ്പോൾ അല്ലെ, കോവിഡ് വന്നപ്പോൾ ആമേൻ രക്ഷാകാരുണ്യ പ്രവർത്തികളൊക്കെ അടിയന്തരമായിട്ട് നടപ്പാക്കി. ആമേൻ മഹാമാരി അതുപോലെ പ്രളയമൊക്കെ വന്നപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ആമേൻ ചില ആമേൻ അടിയന്തര ആമേൻ അതേ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്തു? നടത്തി. ആമേൻ അതുപോലെയുള്ള ഒരു രക്ഷ ആമേൻ അടിയന്തര ആമേൻ പ്രവർത്തനമായിരുന്നില്ല. ആമേൻ ഇത് ആദിയിൽ പ്രഖ്യാപിച്ച ഒരു ശാശ്വത പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്തുകൊണ്ട് ഇങ്ങനെ വചനം ശുശ്രൂഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ആമേൻ രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും ദൈവസഭയുടെ അംഗമായിട്ടും ആമേൻ ഞാൻ എന്തിനാ ജനിച്ചേ? ആമേൻ ഹല്ലേലൂയ. ആമേൻ യേശു എന്തിനാ ജനിച്ചേ? ആമേൻ ഹല്ലേലൂയ. യേശുവും ഞാനുമായിട്ടുള്ള ബന്ധം എന്താ? ആമേൻ ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയ്ക്ക് യാതൊരു അറിവുമില്ല ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം. ഹല്ലേലൂയ. പാടാൻ അറിയാം, ചാടാൻ അറിയാം, ആടാൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി ആമേൻ പരിജ്ഞാനമില്ലായ്കയാൽ ജനം നശിച്ചു കൊണ്ടിരിക്കുന്നു എന്നാ വചനം പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. അവിടെ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആമേൻ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. ആമേൻ. അവൻ നിന്റെ തല തകർക്കും. ആമേൻ അതെ നീ അവന്റെ കുതികാൽ തകർക്കും. ഹല്ലേലൂയ. എന്നാണ് ആമേൻ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ആമേൻ ഇത് അവിടെ ആമേൻ എഴുതുവാൻ കാരണം ആമേൻ എന്താ കാരണം? ദൈവം ആമേൻ അതെ ദൈവത്തിന്റെ പദ്ധതിயின் പ്രകാരം ആമേൻ ദൈവത്തിന്റെ നിയമനം പ്രകാരം ആമേൻ തന്നേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് സുദേശത്തോടു കൂടെ ആമേൻ ഏദനിൽ കൊണ്ടാക്കി വെച്ച മനുഷ്യൻ ആമേൻ കൊടുത്ത പ്രമാണത്തെ ലംഘിച്ച് ആമേൻ അനുസരണക്കേട് കാണിച്ച് ആമേൻ ആ ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്ന് അവർ അകന്നു പോയപ്പോ ആമേൻ ഹല്ലേലൂയ അവർ അകന്നു പോകുവാനുള്ള കാരണം പാപം. ആമേൻ ഹല്ലേലൂയ. ആമേൻ പാപം അവരുടെ ജീവിതത്തിൽ കടന്നുകൂടിയപ്പോൾ എന്താ പാപം? ഇന്നത്തെ തലമുറ മനസ്സിലാക്കണം. ആമേൻ അതെ ദൈവം തന്നേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് ആമേൻ രാജാക്കന്മാരെ പോലെ വാഴുവാൻ ഈ ഭൂമിയിൽ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടെ പാർപ്പിച്ച ആമേൻ ആ കുടുംബത്തിനകത്ത് ആമേൻ നുഴഞ്ഞു കയറി അവരെ ആശയങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും മോഹങ്ങൾ കൊണ്ടും അവരെ തെറ്റിച്ച ആമേൻ ആമേൻ ആ ചിന്താഗതിക്കകത്തൂടെ അവരെ തെറ്റിപ്പോയി അവരുടെ ഹൃദയത്തിനകത്ത് ദൈവവചനത്തിനോ ദൈവ ശബ്ദത്തിനോ ആമേൻ പ്രാധാന്യം കൊടുക്കാതെ അവർ കേട്ട ശബ്ദത്തിന്റെ പുറകെ പോയി ദൈവ
ദൈവത്തിൽ നിന്ന് അവരകന്നു പോകാൻ അനുസരണക്കേട് കാണിച്ച് ആമേൻ ദൈവ തേജസ് നഷ്ടപ്പെട്ട് ആമേൻ അവർ ലജ്ജാകരമായ അനുഭവത്തിലേക്ക് പോയി. ദൈവം അവരെ സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർ വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയാ. ആമേൻ വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കുക മാത്രമല്ല, അവരുടെ ലജ്ജ മറയ്ക്കാൻ അവർ ആമേൻ തുന്നൽ പരിപാടി തുടങ്ങി. ആമേൻ അതെ, അവർ അത്തിയല തുന്നി അവരുടെ ആ നഗ്നത മറിക്കാനുള്ള ശ്രമം നടത്തി. ആമേൻ ഇന്നും മനുഷ്യന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാ. ബുദ്ധി കൊണ്ടുള്ള ശ്രമം പരാജയമാ, ബുദ്ധി കൊണ്ടുള്ള കണ്ടുപിടുത്തം പരാജയമാ. ഇന്ന് രാത്രി മനുഷ്യ സഹോദര സഹോദരി, കൂടപ്പറപ്പേ, മാതാവേ, പിതാവേ, അനുസരണക്കേട് മുഖാന്തരം ഉണ്ടായ ലജ്ജ മറയ്ക്കാൻ ബുദ്ധി കൊണ്ട് നീ ശ്രമിച്ചാൽ നടക്കത്തില്ല. അതേ, അനുസരണക്കേട് മുഖാന്തരം നീ അനുഭവിക്കുന്ന ആ വേദനയുണ്ടല്ലോ, ആ കഷ്ടമുണ്ടല്ലോ, അതിനെ നിന്റെ ബുദ്ധി കൊണ്ട് മറിക്കുവാൻ കഴിയത്തില്ല. ബുദ്ധി കൊണ്ട് അതിനെ പരിഹരിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. അവർ മറഞ്ഞിരുന്നപ്പോൾ മറകൂടാതെ അവരുടെ പാപത്തെ വെളിപ്പെടുത്തുന്ന സാക്ഷാൽ ദൈവം അവരെ വിളിക്കുകയാണ്. ഇന്ന് രാത്രി സ്വർഗം നിന്നെ വിളിക്കുന്നു. നിന്നെ ഒരു നിയമനത്തിന് വേണ്ടി ആക്കി വെച്ചിട്ട, നിന്നെ ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കി വെച്ചിട്ട, രാജാക്കന്മാരെ പോലെ വാഴുവാനാക്കി വെച്ചിട്ട, ആമേൻ, നീ വീണ് പോയെടുത്ത്, ആമേൻ, നീ പരസ്പരം പഴി പറഞ്ഞ് കുറ്റം പറഞ്ഞ് സമയം പോക്കാതെ, ആമേൻ, അതേ, സ്വർഗത്തിലെ ദൈവം ആ വിഷയത്തിനകത്ത് ഇടപെട്ടു. ഇന്ന് രാത്രി ചില ജീവിതങ്ങളോട് സ്വർഗം ഇടപെടുകയാണ്. നീ തമ്മിലടിച്ച് തീരേണ്ടവനല്ല, ആറടി മണ്ണ് കൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടവനല്ല. ഓ, കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, ആമേൻ, ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്, ആമേൻ, വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ജോലിയിൽ എനിക്ക് ഐഡി ഉണ്ട്, ആമേൻ, അതെ, എനിക്ക് ആമേൻ ഡിജിറ്റൽ, ആമേൻ, അതെ, കാര്യങ്ങൾ അറിയാം. ഇതൊന്നും നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല. ആമേൻ. ഇന്നത്തെ തലമുറയോട് പ്രവചനാത്മാവിൽ ഞാൻ പറയട്ടെ, ഇതൊന്നും നീ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയുന്നതല്ല. സാക്ഷാൽ നിന്നെ അറിയുന്ന ലോകം അറിയുന്നതിന് മുന്നമേ, നിന്റെ പിതാവ് അറിയുന്നതിന് മുന്നമേ, നിന്റെ അമ്മ അറിയുന്നതിന് മുന്നമേ, നിന്റെ പ്രിയപ്പെട്ടവർ അറിയുന്നതിന് മുന്നമേ, നിന്നെ അറിഞ്ഞ് ഈ ലോകത്തിലെ ആക്കി വെച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം വന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവം ഇടപെട്ട് കേട്ടോ. ഹല്ലേലൂയ. അവരുടെ പ്രശ്നത്തിനകത്ത് ദൈവം ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം തന്റെ പദ്ധതിയുടെ ഭാഗമാക്കി ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന കുടുംബങ്ങളുടെ പ്രശ്നങ്ങളെ അവൻ കണ്ടില്ലെന്ന് നടിച്ചു പോകത്തില്ല. അവൻ ക്ഷണിക്കാതെ കണ്ടു വന്ന്. ആദാം ഒരിക്കലും ദൈവത്തെ ക്ഷണിച്ചില്ല, ഹവ്വ ഒരിക്കലും ദൈവത്തെ ക്ഷണിച്ചില്ല. ഹല്ലേലൂയ. ക്ഷണിക്കാതെ കണ്ട് ആമേൻ അവരുടെ വിഷയത്തിലേക്ക് ഇടപെട്ടു. ഇന്ന് രാത്രി ചില ജീവിതങ്ങളുടെ പ്രശ്നങ്ങളിൽ സ്വർഗം ഇടപെടുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ആമേൻ. ആ പ്രശ്നത്തിന് കാരണമായ കാരണത്തെ കണ്ട് ആമേൻ സ്വർഗം പറയുകയാണ്, ഞാൻ നിനക്കും അതേ സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. ആമേൻ. അവൻ നിന്റെ തല തകർക്കും. ആമേൻ. ഇനിയും അനേകരെ തകർക്കുവാൻ അനുവദിക്കാതെ, ഇനിയും ഒരു കുടുംബത്തെയും തകർക്കുവാൻ ഇടയാകാതെ, ആമേൻ, തലയെ തകർക്കുന്ന ഒരുവൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഒരുവൻ ജനിക്കും. ഹല്ലേലൂയ. ഇത് പാപം വന്ന ഉടനെ പറഞ്ഞ വചനമാണ്. ദൈവം ഈ ദൂത് അവനോട് പറഞ്ഞത് എപ്പോഴാണ്? പാപം വന്ന ഉടനെ പറഞ്ഞ വചനമാണ്. ഹല്ലേലൂയ. ആദാം വീണു. ഹല്ലേലൂയ. മനുഷ്യൻ പാപത്തിലേക്ക് വീണു, ബന്ധം തകർന്നു. ആമേൻ. പക്ഷെ ദൈവം മിണ്ടാതിരുന്നില്ല. ആമേൻ. പാപം കടന്നു വന്ന നിമിഷം രക്ഷയുടെ വാതിൽ തുറന്നു. ഹല്ലേലൂയ. ആമേൻ. അവിടെ ദൈവം ഇടപെട്ടിട്ട് പറയുകയാണ്, ശത്രുത്വം ഉണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ജീവിതത്തിൽ ശത്രുത്വം ഉണ്ടോ? ഹല്ലേലൂയ. നോക്കണേ, പാപം ആമേൻ
എപ്പോൾ കടന്നു വന്നോ അപ്പോൾ ദൈവം പറയുകയാണ് ഹല്ലേലൂയ, അതെ, രക്ഷയുടെ വാതിൽ തുറന്നിട്ടുണ്ട്. ആമേൻ. എന്നാൽ ഒരു പോരാട്ടം ഇതിനിടയിലുണ്ട്, ശത്രുത്വമുണ്ടാകും. പക്ഷേ അവസാനം സ്ത്രീയുടെ സന്തതിക്ക് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ജയമുണ്ടെന്ന്. ഹല്ലേലൂയ. ഇതാണ് ആദി സുവിശേഷം. ഹല്ലേലൂയ. ഇതാണ് യേശുവിന്റെ ജനനത്തിന്റെ ആദ്യ പ്രഖ്യാപനം. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറകൾ മനസ്സിലാക്കണം. ആമേൻ. ഇന്നത്തെ വിശ്വാസികൾ മനസ്സിലാക്കണം. ആമേൻ. യേശുവിന്റെ ജനനത്തിന്റെ ആദ്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് ആമേൻ മനുഷ്യനെ വീഴ്ത്തിക്കളഞ്ഞ ആ ഏദൻ പൂങ്കാവനത്തിൽ ദൈവം അവരുടെ വിഷയത്തിനകത്ത് ഇടപെട്ടപ്പോൾ കൊടുത്ത ദൈവിക ദൂതാണ്. ആ ദൂതന്റെ നിറവേറലാണ് യേശുവിന്റെ ജനനം. ആമേൻ. യേശുവിന്റെ ജനനത്തിന്റെ ആദ്യ പ്രഖ്യാപനം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞു വരുന്നത് ആമേൻ നമ്മളൊക്കെ ഉണ്ടായത് എപ്പോഴാണ്? ഹല്ലേലൂയ. ഉണ്ടായി കഴിഞ്ഞിട്ടാണ്. ആണാണോ? ആമേൻ. ആ കാക്ക പോലെ കറുത്ത, അല്ലേ, കൊക്കുപോലെ വെളുത്ത, ഹല്ലേലൂയ, ആമേൻ, മയിൽപീലി പോലെ, ആമേൻ, അഴകുള്ള, അല്ലേ, അച്ഛനെ പോലിരിക്കുന്നു, അമ്മയെ പോലിരിക്കുന്നു എന്നൊക്കെ വർണ്ണിച്ച് പറഞ്ഞത് എപ്പോഴാണ്? ഹല്ലേലൂയ. പുറത്ത് വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴല്ലേ? ഹല്ലേലൂയ. എന്നാൽ യേശുവിന്റെ ജനനം അങ്ങനെയല്ലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്ത്രീയുടെ സന്തതി, ആമേൻ, സാധാരണയായി ആമേൻ വംശാവലി, ആമേൻ, അതെ, പുരുഷ രേഖയിലൂടെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ സ്ത്രീയുടെ സന്തതി എന്നാ പറയുന്നത്, അല്ലേ? ഈ വംശാവലി പറയുമ്പോ അപ്പന്റെ പേര് ചേർത്തല്ലേ പറയാ, ഇന്നെടുത്ത് ഇന്നോരുടെ മകന്, അല്ലേ? ഞാന് ആമേൻ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോ എന്റെ ID കാർഡ് മേടിച്ചിട്ട് ചോദിക്കും അച്ഛന്റെ പേരെന്താ? ഹല്ലേലൂയ. ആമേൻ. പിന്നെ ചോദിക്കുന്ന അമ്മയുടെ പേരെന്താണ്? ഹല്ലേലൂയ. അപ്പൊ അറിയപ്പെടുന്നത് ആരുടെ പേരില്ല? അപ്പന്റെ പേരില്ല. പക്ഷേ ആമേൻ ഇവിടെ യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ അപ്പന്റെ പേരല്ല പറയുന്നത്, ആമേൻ, അമ്മയുടെ, ആമേൻ, സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇത് ആമേൻ കന്യകാ ജനനത്തിന്റെ ഒരു പ്രവചന സൂചനയാണ്. ആമേൻ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആമേൻ. ഇത് സാധാരണ ആമേൻ ഒരു ജനനത്തിന്റെ കാര്യമല്ല, ഇതൊരു അസാധാരണമായ ജനനത്തിന്റെ വാഗ്ദാനമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഒരു അസാധാരണ ജനനത്തിന്റെ സാക്ഷിയായി ആമേൻ വളരുവാൻ കൃപ ലഭിച്ച ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? അപ്പനുണ്ടെങ്കിലും അപ്പന്റെ പരിചരണയല്ല, അപ്പനുണ്ടെങ്കിലും അപ്പന്റെ കൂടെ അല്ല, ആമേൻ, അമ്മയുടെ പരിചരണയിൽ വളരുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? അമ്മയുടെ ആമേൻ അഡ്രസ്സിൽ അറിയപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. അതെ, ലോകരക്ഷകനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുവാൻ ഇടയാകുന്നതിന് മുമ്പ് ആമേൻ ഒരു ദൈവ ശബ്ദം മുഴങ്ങിയെന്ന്, ഒരു ശബ്ദം ഇവിടെ പ്രവചനമായി വെളിപ്പെട്ടെന്ന്, ആമേൻ, സ്ത്രീയുടെ സന്തതി. ഹല്ലേലൂയ. ആമേൻ. ഇത് കന്യകാ ജനനത്തിന്റെ പ്രവചന സൂചനയാണ്. ഹല്ലേലൂയ. ഇത് അസാധാരണ ജനനത്തിന്റെ വാഗ്ദാനമാണ്. ഹല്ലേലൂയ. ഇത് യേശുവിന്റെ ദൈവിക ആമേൻ അവതാരത്തിന്റെ, അല്ലെങ്കിൽ യേശുവിന്റെ ദൈവിക ആമേൻ പ്രവർത്തനത്തിന്റെ പ്രഖ്യാപനം. ഹല്ലേലൂയ. ആമേൻ. ആ ജനനത്തിന്റെ പ്രഖ്യാപനം. ദൈവം പറയുന്നത് ആമേൻ പാപം നിന്നെ ജയിച്ചിട്ടില്ല. ആമേൻ. പാപം നിന്നെ എന്ത് ചെയ്തിട്ടില്ല? ജയിച്ചിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആദമേ, പാപം നിന്നെ ജയിച്ചിട്ടില്ല. ഹവ്വേ, പാപം നിന്നെ ജയിച്ചിട്ടില്ല. ആമേൻ. ആ പാപത്തെ ജയിക്കാൻ അനുവദിക്കാതെ ആ പാപത്തെ പിടിച്ചു കെട്ടുവാൻ ഒരുവനെ നിന്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ രക്ഷയെ അയക്കാൻ പോകുകയാണ്.
ആമേൻ. പാപം ചെയ്തവരുടെ അകത്തുനിന്ന് തന്നെ ആമേൻ ഒരു രക്ഷകനെ പുറത്തു കൊണ്ടുവരികയാ. ആമേൻ. ഇന്ന് രാത്രി ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവിതങ്ങളോട് പറയാ, ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവിതങ്ങളോട് പറയാ, ആമേൻ, നിങ്ങളുടെ തന്നെ ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതി ലോകം കണ്ടേ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുകയാ. നീ ചോദിച്ചില്ലേ ഇങ്ങനെ എന്തിനാ ജീവിക്കുന്നത്, എന്തിനാ ഇങ്ങനെ ജനിച്ചത്, ആദമേ എന്തിനാ ഇങ്ങനെ, ആമേൻ, ഹവ്വേ എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം, ആമേൻ, നിന്നെ കൊണ്ട് അനുസരണക്കേട് ചെയ്യിപ്പിച്ച ആ ദുഷ്ടന്റെ തലയെ തകർക്കാൻ നിന്റെ ആമേൻ ജീവിതത്തിൽ നിന്ന് തന്നെ, നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഞാൻ ഒരുവനെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി നിന്റെ പ്രശ്നത്തിന് പരിഹാരം നിന്നിലൂടെ തന്നെ ദൈവം ചെയ്തെടുക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്നിലൂടെ തന്നെ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. അതെങ്ങനെയാ? ആമേൻ. വചനം ജഡമായി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി നിന്നിൽ വെളിപ്പെട്ട് കഴിയുമ്പോ, ഓ, നീ ആത്മീയമായി ഉണരുമ്പോ, നീ ആത്മീയമായി ശക്തിപ്പെടുമ്പോ, ആമേൻ, നിന്റെ പ്രാർത്ഥനയിലൂടെ, നിന്റെ ശുശ്രൂഷയിലൂടെ, നിന്റെ ആരാധനയിലൂടെ, ആമേൻ, നീയുമായി, ആമേൻ, അതേ പടവെട്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ചില പൈശാചിക മേഖലകളെ, ഓ, നിങ്ങൾക്ക് അവകാശമായി ലഭിക്കേണ്ട ചില നന്മകളെ, ആമേൻ, തകർക്കുന്ന, ആമേൻ, പൈശാചിക മേഖലകളെ ആത്മാവിൽ ബലപ്പെട്ട, ആമേൻ, ബലവാനെ പിടിച്ചു കെട്ടി അവന്റെ കോപ്പ് കവർന്നെടുക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ, ആമേൻ, നിന്റെ അകത്ത് ആത്മാവിനെ, ഓ, പകരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപം നിന്നെ ജയിച്ചിട്ടില്ല കേട്ടോ. പാപം നിന്നെ ജയിച്ചിരുന്നെങ്കിൽ ഇന്ന് നീ ഇവിടെ കാണത്തില്ലായിരുന്നു. Praise the Lord. ഹല്ലേലൂയ. ആമേൻ. പാപം നിന്നെ തകർത്തിരുന്നെങ്കിൽ കുഞ്ഞേ ഇന്ന് നീ കാണത്തില്ലായിരുന്നു. മാതാവേ, നീ ഇവിടെ കാണത്തില്ലായിരുന്നു. പിതാവേ, നീ ഇവിടെ കാണത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ തലമുറയ്ക്കുള്ള ദൈവിക ദൂത, ആമേൻ, ദൈവാത്മാവ് നിയോഗം തരികയാ. ഞാൻ പറയുക, ആമേൻ, ഇന്ന് ലോകം വീണിരിക്കുന്നു. ആമേൻ. എങ്ങനെയാ? അഴിമതി കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാ. ഹല്ലേലൂയ. ലഹരി പദാർത്ഥങ്ങളുടെ, ആമേൻ, ഹല്ലേലൂയ, ഒഴുക്ക്, അല്ലേ? ആമേൻ. ഹല്ലേലൂയ. അശുദ്ധത. ഹല്ലേലൂയ. ആത്മീയ, ആമേൻ, ശൈത്യം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശിഥിലം. ആമേൻ. മാനസികമായ പിരിമുറുക്കങ്ങൾ, ഡിപ്രഷൻ. ഹല്ലേലൂയ. ആമേൻ. ഇതിനകത്ത് കുടുംബങ്ങൾ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാ. ഭാര്യ ഭർത്താക്കന്മാർ, ആമേൻ, അതെ, തകർന്നുകൊണ്ടിരിക്കുകയാ. തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി ദൈവം പറയുന്നു, അതെ, ആമേൻ, നീ വീണാലും ഞാൻ രക്ഷയെ, ആമേൻ, പ്രഖ്യാപിക്കുന്നവന് മാത്രമല്ല, രക്ഷയെ വെളിപ്പെടുത്തുന്നവന്. ആമേൻ. നിന്റെ വീട്ടിൽ ഇരുട്ടുണ്ടായാലും ഞാൻ വെളിച്ചം അയക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ വീട്ടിന്റെ അവസ്ഥ ഇതാണെങ്കിൽ, ഇന്ന് രാത്രി നിന്നോട് പ്രവചനാത്മാവിൽ പറയുന്നു, നിന്റെ വീട്ടിൽ ഇരുട്ടുണ്ടായാലും ഞാൻ വെളിച്ചം അയക്കുന്നു. ഹല്ലേലൂയ. പിശാചിന്റെ തലയെ തകർക്കാൻ രക്ഷകൻ വന്നിരിക്കുന്നു. തല തകർക്കും എന്നത് എന്താ? ഹല്ലേലൂയ. തല അധികാരത്തിന്റെ പ്രതീകം. ഹല്ലേലൂയ. ദൈവം പ്രഖ്യാപിച്ചത് പാപത്തിന്റെ അധികാരം തകർക്കുന്നവൻ, ആമേൻ, നിന്റെ ജീവിതത്തിൽ വന്നാൽ, നിന്റെ കുടുംബത്തിൽ വന്നാൽ അവന്റെ തല തകരുമെന്ന്. ഇന്ന് രാത്രി യേശുവിനെ കുറിച്ച് നീ അറിയാതെ പോകരുത്. യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് ജീവിക്കുവാൻ നീ തയ്യാറായ, ആമേൻ, നിന്റെ വീട്ടിനകത്ത് തല ഉയർത്തി നിൽക്കുന്ന ചില പൈശാചിക മേഖലകളെ, ഓ, തകർക്കുന്ന യേശുവിന്റെ അഭിഷേകം, യേശുവിന്റെ സാന്നിധ്യം, ആമേൻ, നിന്നിലൂടെ നിന്റെ വീട്ടിൽ വെളിപ്പെട്ട, ആമേൻ, ഇന്ന് ഉയർന്നു നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ, ആമേൻ, തകരുമെന്ന്. ആമേൻ. പാപത്തിന്റെ അധികാരം, ഹല്ലേലൂയ, തകരും കേട്ടോ. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന പാപത്തിന്റെ അധികാരം തകരുമെന്ന്. ആമേൻ. മരണത്തിന്റെ അധികാരം തകരുമെന്ന്. ആമേൻ. നിന്റെ വീട്ടിനകത്ത്, ആമേൻ, ശാപമെന്ന് പറഞ്ഞ്, ആമേൻ, നിന്റെ തലമുറയെ, ആമേൻ, മാരക രോഗത്തിലേക്ക്, അല്ല, നിന്നെ, ആമേൻ, അകാലത്തിൽ പൊലിഞ്ഞു പോകുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ചില മരണ ഭീതി, ആമേൻ, നിന്റെ കുടുംബത്തിനകത്ത് അഴിച്ചുവിട്ട്, ആമേൻ, മരണ ഭീതിയിൽ ആയിരിക്കുന്ന ചില ജീവിതങ്ങളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുകയാണ്, മരണത്തിന്റെ അധികാരം തകരുന്ന, മരണത്തെ പാപ
പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ജനിച്ചത് മരണത്തിന്റെ അധികാരം തകർക്കാനാണ്. ഹല്ലേലൂയ. ആ ക്രൂശിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ 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 ഹല്ലേലൂയ ആമേൻ എല്ലാം തകർക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ക്രൂശിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ആ ഉയർപ്പിൽ ആമേൻ തല തകർത്തു ഹല്ലേലൂയ ആമേൻ ആമേൻ. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു വാഴ്ചയുണ്ടാകാം. ഹല്ലേലൂയ ആമേൻ. ഏതെങ്കിലും പൈശാചിക ആമേൻ സ്വാധീനം ഉണ്ടാകാം. അതിന്റെ വാഴ്ചകൾ മുഖാന്തരം ഹല്ലേലൂയ ജീവിതത്തിൽ ആമേൻ പലതും പരാജയപ്പെട്ടേക്കാം. ആമേൻ ആമേൻ. ഒരു പരാജയം ആമേൻ നിന്നെ പിന്തുടരുന്നുണ്ടാകാം. ആമേൻ ഹല്ലേലൂയ. ലഹരിയുടെ ബന്ധനങ്ങൾ നിന്റെ തലമുറയെ, നിന്റെ ജീവിത പങ്കാളിയെ, നിന്റെ പിതാവിനെ, നിന്റെ മകനെ, ആമേൻ നിന്റെ മകളെ ബന്ധിച്ചിട്ടുണ്ടാകാം. ആമേൻ. പക്ഷെ കേൾക്കുക, ദൈവം നിന്റെ വീഴ്ചയ്ക്ക് ശേഷവും വാഗ്ദാനം പ്രഖ്യാപിക്കുന്നു. ആമേൻ. നിന്റെ കഥ പാപത്തിൽ അവസാനിക്കുന്നില്ല. നിന്റെ കഥയിൽ, നിന്റെ ജീവിതത്തിൽ രക്ഷയുടെ അധ്യായം എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആദാമിന്റെയും ഹവ്വയുടെയും വീഴ്ചയ്ക്ക് ശേഷം ആമേൻ ഒരു രക്ഷയുടെ പദ്ധതിയെ ദൈവം ഓപ്പറേറ്റ് ചെയ്ത് ആമേൻ അത് കൊണ്ടുവന്നതുപോലെ ആമേൻ വീണ് കിടക്കുന്ന ചില ജീവിതങ്ങളെ നോക്കി, തകർന്നു കിടക്കുന്ന ചില ജീവിതങ്ങളെ നോക്കി, ചില പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ നോക്കി ഇന്ന് രാത്രി ആമേൻ പ്രഖ്യാപിക്കുന്നു, നിന്റെ കഥ പാപത്തിൽ അവസാനിക്കുന്നില്ലെന്ന്. ആമേൻ. ഇങ്ങനെ നിന്റെ ജീവിതം അവസാനിക്കുന്നില്ലെന്ന്. നിനക്ക് ലഭിക്കേണ്ട നന്മയെ ആമേൻ അടിച്ചു മാറ്റി അതിന്റെ ആമേൻ വിഷമം പേറി കഴിയുവാൻ ദൈവം അനുവദിക്കുന്നില്ല. നിന്റെ കഥയിൽ രക്ഷയുടെ അധ്യായം നീ ജനിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പറയാമോ, പാപം എന്റെ അവസാനമല്ല, പാപം എന്റെ അവസാനമല്ല. ഇന്ന് രാത്രി എവിടെ ഇരുന്നായാലും എന്നോട് ചേർന്നൊന്ന് പറ, ആമേൻ, പാപം എന്റെ അവസാനമല്ല. ആമേൻ. എന്റെ മേല്, എന്റെ കുടുംബത്തിന്മേല്, എന്റെ അവകാശത്തിന്മേല് ആമേൻ ശത്രുവിന്റെ അധികാരം ഇനി നിൽക്കത്തില്ല. അത് തകരും. ആമേൻ. ഇന്ന് രാത്രി ഈ വെളിപ്പാട് പ്രാപിച്ചു പറ, ആമേൻ, അവൻ തകരും. ഹല്ലേലൂയ. ശത്രുവിന്റെ അധികാരം ആമേൻ നിന്റെ വസ്തുവിന്മേൽ ശത്രു അവകാശം വാദം മുഴക്കിക്കൊണ്ടിരിക്കുന്ന അധികാരം തകരുന്നു. ആമേൻ. നിന്റെ നന്മയെ ആമേൻ തടയുന്ന ശത്രുവിന്റെ അധികാരം തകരുമെന്ന്. എങ്ങനെ നീ വെളിപ്പാടിലേക്ക് കയറി വരണം? തലമുറ ഒന്ന് കയറി വാ. ആമേൻ ആമേൻ. ബർത്ത് സർട്ടിഫിക്കറ്റിലോ ആധാർ കാർഡിലോ ആമേൻ അതെ ജോലിക്ക് സാധ്യതയുള്ള എംപ്ലോയ്മെന്റ് ഐഡിയയിലോ ആമേൻ അതെ ഡിജിറ്റൽ ആമേൻ ഇന്ത്യയിലോ ഒന്നും അല്ല ആമേൻ അധികാരം തകരുന്നത്. ആമേൻ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയ്ക്ക് ദൈവം കൊടുത്ത അധികാരമുണ്ട്. ആമേൻ. മാളിക മുറിക്കകത്ത് ആമേൻ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോ ആ അധികാരം അവരുടെ മേൽ ഇറങ്ങി വന്നെന്ന്. ആ അധികാരമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാ, ശത്രുവിന്റെ അധികാരം നിന്റെ മുമ്പിൽ അടിയറവ് വെക്കും. ആമേൻ. തകരുമെന്ന്. ഹല്ലേലൂയ. പത്രോസിനോട് ചോദിച്ചാൽ പറയും, പൗലോസിനോട് ചോദിച്ചാൽ പറയും, ശീലാസിനോട് ചോദിച്ചാൽ പറയും. ആമേൻ. പൗലോസും ശീലാസും ഇതുപോലെ അർദ്ധരാത്രി ആമേൻ പാടി തുടങ്ങിയപ്പോ, പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ ശത്രുവിന്റെ അധികാരങ്ങൾ അടിത്തറ ഇളകിയെന്ന്, തകർന്നെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ എന്നോട് ചേർന്ന് ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായിക്കോ, പാടാൻ തയ്യാറായിക്കോ, ആരാധിക്കാൻ തയ്യാറായിക്കോ. ആമേൻ. നിന്റെ ആമേൻ ശരീരത്തെയും നിന്റെ ആത്മീയതയും തകർക്കാൻ അധികാരത്തോടെ നിന്റെ മുമ്പിൽ ആമേൻ നൃത്തം ചെയ്യുന്ന ദുഷ്ടന്റെ പദ്ധതി ഇന്ന് രാത്രി ആമേൻ തകരുകയാ. അതിന്റെ അടിത്തറ ഇളകുകയാ. കാരണമേ എന്തെന്നറിയാമോ? ആമേൻ നിന്റെ മേൽ ഒരു അധികാരമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ശത്രുവിന്റെ അധികാരം തകരും. എന്റെ വീട്ടിൽ രക്ഷയുടെ സമയം. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ചു കൊണ്ടിരിക്കുന്ന ചില വീട്ടിനകത്ത് ആമേൻ രക്ഷയുടെ സമയമാണ്. ആമേൻ. സംഘത്ത് കൈവച്ച് പറ, എന്റെ തലമുറയിൽ ഞാൻ വിജയം കാണും. എന്റെ തലമുറയിൽ ഞാൻ വിജയം കാണും. സ്ത്രീ
സ്ത്രീയുടെ സന്തതി ജയിച്ചു കേട്ടോ. ആമേൻ, ആമേൻ. സ്ത്രീയുടെ സന്തതി ജയിച്ചു. ആമേൻ, ആമേൻ. സ്ത്രീയുടെ അകത്ത് മോഹം കൊടുത്ത്, ചിന്ത കൊടുത്ത്, സ്ത്രീയിലൂടെ കുടുംബത്തെ തകർക്കാൻ നോക്കിയ, ആമേൻ, അതേ സാത്താന്റെ തലയെ സ്ത്രീയുടെ അകത്തുനിന്ന് പുറത്തു വന്ന തല, ആമേൻ, സന്തതി തന്നെ തകർത്തത്. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് നിയോഗം തരുന്നു. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, പാപം വന്നാലും, ആമേൻ, പാപത്തിനകത്ത് അകപ്പെട്ട്, ആമേൻ, പോയാലും അവിടുന്ന്, ആമേൻ, വന്ന് ഇടപെടുന്ന ദൈവമാണല്ലോ. അവിടുത്തെ രക്ഷയുടെ പദ്ധതി ഇന്നും പ്രവർത്തിക്കുന്നല്ലോ. എന്റെ ജീവിതത്തിൽ ശത്രുവിന്റെ തല തകർന്നു പോകട്ടെ. എന്റെ കുടുംബത്തിൽ രക്ഷയുടെ വാഗ്ദാനം നിറവേറട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അങ്ങനെ, ആമേൻ, പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ, ആമേൻ, ആ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ ആമേൻ പറയൂ? ഹല്ലേലൂയ. ആമേൻ. പാപം ആദിയിൽ വന്നാലും, ആമേൻ, വാഗ്ദാനം അതിലും മുമ്പേ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ ജനനം എന്തിനു വേണ്ടിയായിരുന്നു? ശ്രോതാവേ, സഭയെ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കൂടപ്പറപ്പേ, താങ്കൾ ഇതുവരെ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാത്ത വ്യക്തിയാണോ? യേശുവിനെ അറിഞ്ഞിട്ടും അറിയേണ്ടതുപോലെ അറിയാത്ത വ്യക്തിയാണോ? നാളിതുവരെ യേശുവിനെ കുറിച്ച് അറിയേണ്ടതുപോലെ അറിയാൻ അവസരം ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നിന്റെ രക്ഷയുടെ സമയമാണ്. നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. നിന്റെ ജീവിതത്തെ കുറിച്ച് ഒരർത്ഥം ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ആമേൻ. വീണ്ടും നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഇരുട്ടിനെ അവസാനിപ്പിക്കുവാൻ. ഹല്ലേലൂയ. യേശുവിന്റെ ജനനം എന്തിനായിരുന്നെന്ന് അറിയാമോ? ഇരുട്ടിനെ അവസാനിപ്പിക്കുവാൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ, ആമേൻ, ലേഖനം, 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ആമേൻ, നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആമേൻ, യേശു ജനിച്ചത്, ആമേൻ, ഇരുട്ടിനെ അവസാനിപ്പിക്കുവാനാണ്. ഹല്ലേലൂയ. ആമേൻ. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. അപ്പൊ വെളിച്ചം, ആമേൻ, ഉദിച്ചാൽ ഇരുട്ടിന് പിന്നെന്തില്ല, അവിടെ സ്ഥാനമില്ല. ആമേൻ. ഇതൊരു ആഘോഷത്തിന്റെ കാരണം മാത്രമല്ല, ആമേൻ, ഇത് ഒരു ആത്മീയ യുദ്ധത്തിന്റെ പ്രഖ്യാപനമാണ്. ഹല്ലേലൂയ. ആമേൻ. യേശു ജനിച്ചു എന്ന് പറഞ്ഞ് ആണ്ടിൽ ആഘോഷിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ആ യേശുവിന്റെ ജനനത്തിന്റെ അർത്ഥമോ അതിന്റെ ആഴമോ അറിയാതെ കണ്ടാണ് ഇത് ആഘോഷമായിട്ട് പര്യവസാനിപ്പിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ യേശു ജനിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ ലേഖനം, ആമേൻ, 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിച്ചാൽ, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ മതി. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ആമേൻ, യേശു ജനിച്ചതിന്റെ, ആമേൻ, അതെ, ചില കാരണങ്ങൾ, ഹല്ലേലൂയ, നാം ചിന്തിക്കുകയാണ്. ആമേൻ. ഒന്നാമതായി നാം ചിന്തിച്ചു കഴിഞ്ഞു. എന്തിനു വേണ്ടിയാ? ആമേൻ. നമ്മുടെ പ്രശ്നത്തിൽ ഇടപെട്ട് ആ പ്രശ്നത്തിനകത്ത് നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാനാണ്. ഹല്ലേലൂയ. നമ്മൾ ക്ഷണിക്കാതെ കണ്ട് നമ്മുടെ പ്രശ്നത്തിലേക്ക് വന്ന് ഇടപെടുന്നവനാണ് യേശു. ഹല്ലേലൂയ. ആമേൻ. അല്ലേ? ആമേൻ. ഇന്ന് രാത്രി, ആമേൻ, നിന്റെ ജീവിതത്തോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയല്ലേ? ആമേൻ. നിന്റെ വിഷയത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയല്ലേ? ആമേൻ. അതെ, നിന്റെ ജീവിതത്തോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആമേൻ. അതെ, പിശാച് നിന്റെ ഭാര്യയിലൂടെ, നിന്റെ ഭർത്താവിലൂടെ, നിന്റെ മക്കളിലൂടെ, ആമേൻ, നിന്റെ സ്വന്തക്കാരിലൂടെ, നിന്റെ ബന്ധക്കാരിലൂടെ, ആമേൻ, ഉണ്ടാക്കിയ സകല പ്രശ്നങ്ങൾക്കും മൂല കാരണം അനുസരണക്കേട്, പാപമാണ്. ആമേൻ. അതിനകത്ത് നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ ഈ ഭൂമിയിൽ വെളിച്ചമായി വന്നവൻ. ഹല്ലേലൂയ. ഈ ഇരുട്ടിന്റെ പ്രശ്നം എന്താ? ആമേൻ. അപ്പനാരാ അമ്മയാരാ എന്നറിയത്തില്ല. ഹല്ലേലൂയ.
ഭാര്യ ആരാ ഭർത്താവ് ആരാ എന്ന് വെച്ചാൽ ഇരുട്ടായ തമ്മിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? ഹല്ലേലൂയ. അപ്പൊ പറയുന്നത് അപ്പനോടാണെന്നുള്ള ഒരു ബോധവും ഇല്ല, അമ്മയോടാണ് പറയുന്നെന്നുള്ള ബോധമില്ല. ആമേൻ. അതെ, ഭർത്താവിനോടാ പറയുന്നതെന്ന് ബോധമില്ല. ആമേൻ. ഭാര്യയോടാ പറയുന്നതെന്ന് ബോധമില്ല. കാരണം എന്താ? ഹല്ലേലൂയ. വചനം പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. ഹല്ലേലൂയ. ആദാമിനും ഹവ്വയോടും ആമേൻ ദൈവം പറഞ്ഞു, ആ പറഞ്ഞത് ചെയ്യാതെ ആമേൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു തലവനുണ്ട്, അതാ പിശാച്. അല്ലേ? ഭർത്താവ് ആരാ? ആമേൻ ഭാര്യയുടെ തലയോട് സംസാരിക്കേണ്ടത് എങ്ങനെയാ അറിയത്തില്ലല്ലോ. ആമേൻ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ആരെ സ്നേഹിക്കണം? ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാരെന്നുള്ള ആ ബന്ധം ഉഭയസമ്മതത്തിലൂടെ ആമേൻ സ്ഥാപിച്ചപ്പോൾ ആമേൻ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും എങ്ങനെ ആയിരിക്കണം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി തിരുവചനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആമേൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. ഇതൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടാണ്, വായിച്ച് കേൾപ്പിച്ചിട്ടാണ് അതിലേക്ക്, കുടുംബമെന്ന വ്യവസ്ഥയിലേക്ക് ഇരുവരെയും ഉഭയസമ്മതത്തിലൂടെ ആമേൻ പ്രവേശിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോഴതൊക്കെ പറഞ്ഞാലും ആമേൻ ജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ പിന്നെ ആമേൻ പിന്നെ തല മാറി വാല് മാറി, പിന്നെ ബഹുമാനമില്ലാതെ യജമാനനെ എന്ന അബ്രഹാമിനെ തന്റെ ഭാര്യ വിളിച്ചെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സകലത്തിനും കീഴ്പ്പെട്ടിരിക്കണമെന്ന്. അല്ലെ? അപ്പൊ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്തുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. വചനത്തിൽ ആമേൻ നമുക്ക് കാണാൻ കഴിയുന്ന 3 ശക്തമായ സത്യങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്തൊക്കെയാന്ന് കേൾക്കണ്ടേ? ആമേൻ. ഒന്ന്, പാപം ഒരു പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. പാപം ഒരു ചെറിയ തെറ്റ് മാത്രമല്ല, അത് ഒരു ആത്മീയ അടിമത്വമാണ്. 2, പിശാച് ആദ്യം മുതൽ ആമേൻ പ്രവർത്തിക്കുന്നു. അവന്റെ ലക്ഷ്യം വഞ്ചിക്കുക, ബന്ധിക്കുക, നശിപ്പിക്കുക. ഹല്ലേലൂയ. ആമേൻ. അവൻ ആദ്യം മുതൽ ആമേൻ അവൻ കള്ളനാകട്ടോ. ഹല്ലേലൂയ. അവൻ ചതിയനാകട്ടോ. ഹല്ലേലൂയ. ആമേൻ. അവൻ അന്നും ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാ പ്രവർത്തിക്കുന്നതെന്നറിയോ? ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, തലമുറകളിൽ, ബന്ധങ്ങളിൽ. ഹല്ലേലൂയ. ആമേൻ. അവന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? വഞ്ചിക്കുക. ഇന്ന് രാത്രി ആമേൻ നിന്നെ വഞ്ചിച്ച ആരെങ്കിലും ഉണ്ടോ? നിന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സൂക്ഷിക്കണം. ആമേൻ. അവരുടെ അകത്ത് ആരുണ്ട്? പിശാചുണ്ട്. ഹല്ലേലൂയ. പിശാച് ആദ്യം മുതൽ പ്രവർത്തിക്കുന്നു. എങ്ങനെ പ്രവർത്തിക്കുന്നത്? അവനൊരു ലക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. എന്താ ലക്ഷ്യം എന്നറിയോ? വഞ്ചിക്കുക. കുടുംബ ജീവിതത്തെ വഞ്ചിക്കുക. ആമേൻ. അപ്പനെ വഞ്ചിക്കുന്നു, അമ്മയെ വഞ്ചിക്കുന്നു, സഹോദരങ്ങളെ വഞ്ചിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. വഞ്ചനയുടെ ലോകമാണ്. ഹല്ലേലൂയ. അപ്പോ ഈ ലോകത്തിന്റെ പ്രഭു ലോകത്തെ ആമേൻ കീഴ്മേൽ മറിച്ച് ആമേൻ ഇട്ടുകൊണ്ടിരിക്കുക, വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവന്റെ ലക്ഷ്യം എന്താ? വഞ്ചിക്കുക. അടുത്ത ലക്ഷ്യം എന്താ? ബന്ധിക്കുക. ഹല്ലേലൂയ. അടുത്ത ലക്ഷ്യം നശിപ്പിക്കുക. വഞ്ചിക്കുക, ബന്ധിക്കുക, നശിപ്പിക്കുക. ആമേൻ. മൂന്നാമത്തെ ആമേൻ കാര്യം, ആമേൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. സ്തോത്രം. 3 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. 1, ഹല്ലേലൂയ, ആമേൻ ഒരു ആത്മീയ അടിമത്തമാണ് പാപം. ഹല്ലേലൂയ. 2, ആമേൻ പിശാച് ആമേൻ അവനൊരു ലക്ഷ്യമുണ്ട്. അവൻ വഞ്ചിക്കുക, ബന്ധിക്കുക, നശിപ്പിക്കുക. ആമേൻ. ആ വാക്യത്തിനകത്ത് 3ാമത്തെ കാര്യം ആമേൻ ദൈവപുത്രൻ പ്രത്യക്ഷനായെന്ന്. സ്തോത്രം. എന്തിനാ ദൈവപുത്രൻ പ്രത്യക്ഷനായത്? പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ. ഹല്ലേലൂയ. ആമേൻ. വഞ്ചിക്കുന്ന പ്രവൃത്തി അഴിപ്പാൻ. ഹല്ലേലൂയ. ബന്ധിച്ചിട്ടിരിക്കുന്ന മേഖലയെ അഴിക്കാൻ. ഹല്ലേലൂയ. നശിപ്പിക്കുന്ന പ്രവണതയെ ഇല്ലാതാക്കാൻ. ഇന്ന് രാത്രി കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അഴിപ്പാൻ. ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, അത് താൽക്കാലിക ആശ്വാസമല്ല, അത് പൂർണ്ണ നശീകരണമാണ്. ആമേൻ. അത് ആമേൻ ബന്ധനം മുറിക്കൽ. ആമേൻ. ഇന്ന് രാത്രി ലഹരിയുടെ ബന്ധനം തകരുകട്ടോ. ഹല്ലേലൂയ. വിഷാദത്തിന്റെ ചങ്ങല പൊട്ടും കേട്ടോ.
ശാപത്തിന്റെ അധികാരം അവസാനിക്കും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. യേശുവിന്റെ ജനനം ആമേൻ ഒരു കുഞ്ഞിന്റെ വരവല്ല, അത് ഇരുട്ടിന്റെ രാജ്യത്തിനെതിരായ ഒരു യുദ്ധത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറയും? ആമേൻ. ഈ പ്രസംഗം കേൾക്കാൻ ആമേൻ ആരും ആമേൻ മുന്നോട്ട് വന്നില്ലെങ്കിലും ആമേൻ ഈ പ്രസംഗം കേൾക്കുന്ന ജീവിതങ്ങൾ ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഈ കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യം ആമേൻ മനസ്സിലാക്കണം. ഇന്ന് ലോകം സാങ്കേതികമായി മുന്നേറുന്നു. ഹല്ലേലൂയ. പക്ഷേ ആത്മീയമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് ആത്മീയ ഗോളങ്ങളിൽ ആമേൻ ഡിജിറ്റൽ കൈയടക്കി കഴിഞ്ഞു, അല്ലേ? സ്തോത്രം. ലൈറ്റ് സംവിധാനങ്ങളും സൗണ്ട് സിസ്റ്റങ്ങളും ആമേൻ AC ഹോളുകളും ആമേൻ എല്ലാം ആമേൻ കൈയടക്കി കഴിഞ്ഞു. ആമേൻ സാങ്കേതികമായി മുന്നേറുന്നു, പക്ഷേ ആത്മീയമായി തകർന്നിരിക്കുന്നു. ആമേൻ മാനസികമായ വിഷാദം വർദ്ധിക്കുന്നു. ഇത് ലോകജനത്തിന്റെ ഇടയിൽ മാത്രമല്ല, ദൈവസഭയ്ക്കകത്തും ഹല്ലേലൂയ, ആമേൻ മാനസിക വിഷാദം വർദ്ധിക്കുന്നു. ആമേൻ. യുവാക്കൾ ലഹരി, ആമേൻ. കുടുംബങ്ങൾ വേർപിരിയുന്നു. ഡിവോഴ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാ? അവൻ ദൈവസഭയ്ക്കകത്തായിരിക്കുന്നവരും പോലും ഹല്ലേലൂയ. യുദ്ധങ്ങളും സാമ്പത്തിക അനിശ്ചിതത്വം, ഇത് പിശാചിന്റെ പ്രവൃത്തികളുടെ ഫലങ്ങളാണ്. പക്ഷെ കേൾക്കൂ, ദൈവപുത്രൻ പ്രത്യക്ഷനായി. ആമേൻ. യേശുവിന്റെ ജനനം പ്രഖ്യാപിക്കുന്നത് ഇരുട്ട് അന്തിമമല്ല, ബന്ധനം ശാശ്വതമല്ല, പാപം അവസാന വാക്കല്ല. യേശു ജനിച്ചത് പാപബന്ധനം തകർക്കാൻ, മനുഷ്യനെ വീണ്ടെടുക്കാൻ, ആമേൻ ദൈവപുത്രത്വം തിരിച്ചു നൽകുവാൻ. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയോടുള്ള ദൈവത്തിന്റെ ആമേൻ ദൂത്. ഹല്ലേലൂയ. നീ ഇന്ന് വിഷാദത്തിലാണോ? നീ ഒരു രഹസ്യ ലഹരി ബന്ധത്തിലാണോ? നിന്റെ കുടുംബ തകർച്ചയിലാണോ? ദൈവം ഇന്ന് പറയുന്നു, എന്റെ പുത്രൻ ഇതിനായി ഈ ഭൂമിയിലേക്ക് വന്നത്. ആ പ്രവചനത്തിന്റെ നിവൃത്തിയായി യേശു ജനിച്ചത്. നിന്റെ ബന്ധനം അഴിയല്ല, നിന്റെ വീട്ടിൽ സമാധാനം വരാനാണ്, നിന്റെ ആത്മാവ് മോചിതനാണ്. നീ ശത്രുവിന്റെ ഇരയല്ല, നീ ക്രൂശിൽ ജയത്തിന്റെ അവകാശിയാണ്. ആമേൻ. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച സഭയോട് ഇന്ന് രാത്രി ആ പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രവചിച്ചു പറയുക, ആമേൻ, നീ അവകാശിയാണ്. ആ ക്രൂശിലെ ജയത്തിന്റെ അവകാശി. ഇന്ന് രാത്രി ഈ വെളിപ്പാട് പ്രാപിച്ചവർ, ആമേൻ, ഈ വചനം സ്വീകരിക്കുന്നവർ സംഘത്ത് കൈവച്ച് പറ, പിശാചിന്റെ പ്രവൃത്തികൾ എന്റെ ജീവിതത്തിൽ തകരും, പാപബന്ധനം തകരും എന്റെ വീട്ടിൽ. ആമേൻ. പാപത്തിന്റെ ബന്ധനം അഴിയുന്നു. എന്റെ വീട്ടിൽ മോചനത്തിന്റെ സമയമാണ്. തലമുറയെ നോക്കി പറ, ജീവിത പങ്കാളിയെ നോക്കി പറ, എന്റെ തലമുറയിൽ വെളിച്ചം ഉദിക്കുന്നു. ഇരുട്ട് അന്തിമമല്ല. പരസ്പരം മനസ്സിലാക്കി ജീവിക്കുവാനുള്ള വെളിച്ചം ഇന്ന് രാത്രി ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ ഒരു നിയോഗം ദൈവാത്മാവ് തരുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അവിടുന്ന് പ്രത്യക്ഷനായി. എന്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ തകർന്നു പോകട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ എന്റെ കുടുംബത്തിൽ മോചനവും സമാധാനവും വരട്ടെ. ഈ തലമുറയിൽ അവിടുത്തെ വെളിച്ചം തെളിയട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവിന്റെ ജനനം ഇരുട്ടിനെ അവസാനിപ്പിക്കുവാൻ വെളിച്ചത്തിന്റെ ആമേൻ ആ കിരണങ്ങൾ ജീവിതത്തിൽ ആമേൻ ജയമായി പകരുവാൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പ്രിയരേ, യേശുവിന്റെ ജനനം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, അത് ദൈവത്തിന്റെ പദ്ധതിയുടെ കൃത്യ സമയ പ്രകടനമാണ്. ഇപ്പോൾ നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആമേൻ 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ അരുളി ചെയ്ത ആ അരുളപ്പാട് മുതൽ കന്യകാമറിയുടെ ഉദരത്തിലൂടെ ഈ ഭൂമിയിൽ ജനിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആമേൻ പ്രവർത്തനത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30-31 വാക്യം. ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ മറിയത്തെ സംബോധന ചെയ്തുകൊണ്ട് ആമേൻ ദൂതൻ സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ആമേൻ നിനക്ക് ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അതങ്ങനെ സംഭവിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആമേൻ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇത് സാധാരണ ഗർഭധാരണമല്ല. ആമേൻ. ഇത് മനുഷ്യ ശക്തിയുടെ ഫലമല്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ അത്ഭുത പ്രവർത്തനമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതികൾ ആമേൻ മനുഷ്യ ലോജിക്കിനപ്പുറമാണ്. ആമേൻ. മറിയം ചോദിച്ചു, ഇതെങ്ങനെ? പക്ഷേ ആമേൻ അവൾ സംശയത്തിൽ നിന്നല്ല, ആമേൻ അവൾ അനുസരണയിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം ആമേൻ 1-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം വായിക്കുമ്പോൾ ആമേൻ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്: അതിന് മറിയ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. അവളെ വിട്ടുപോയി. ആമേൻ. ബേത്ലഹേമിൽ ആമേൻ ജനിച്ച യേശു ആമേൻ മഹത്വത്തിലേക്ക് ആമേൻ പ്രവേശിക്കുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ. എങ്ങനെയാണെന്നറിയോ? ദൂതന്റെ വാക്കുകളുടെ മുമ്പിൽ ഹല്ലേലൂയ ഒരു സ്ത്രീ ആമേൻ സമർപ്പിക്കപ്പെടുകയാണ്. ഏദനിൽ ആമേൻ കുടുംബത്തെ തകർക്കാൻ ഒരു സ്ത്രീയുടെ അകത്ത് കയറിയ ആ ആമേൻ സാത്താന്റെ ചിന്ത, ആമേൻ അതിന് കാരണമായ സാത്താന്റെ തലയെ തകർക്കാൻ ആമേൻ അവളുടെ ഉദരത്തിൽ നിന്നും ഒരു തലമുറ പുറത്തു വരുമെന്നുള്ള പ്രവചനത്തിന്റെ നിവർത്തി ആമേൻ അതെ പൂർത്തീകരിക്കുവാൻ ആമേൻ ഒരു സ്ത്രീയുടെ ഉദരത്തെ സമർപ്പിക്കുകയാണ്. ഉദരത്തെ മാത്രമല്ല, അവളെ മുഴുവനായി സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ബേത്ലഹേമിൽ ആമേൻ ഇതാ ഒരു സ്ത്രീ ഹല്ലേലൂയ ഇന്ന് രാത്രി വർഷങ്ങളായി ആമേൻ നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന, നിന്റെ തലമുറയെ തകർത്തുകൊണ്ടിരിക്കുന്ന
നമുക്കറിയാം ആദ്യത്തെ കൊലപാതക കുറ്റത്തിന് കൃത്യം ആമേൻ സാക്ഷിയാകേണ്ടി വന്ന കുടുംബമാണ് ആദമിന്റെ കുടുംബം. ഹല്ലേലൂയ. നോക്കണമേ, ലോകത്തിൽ കൊലപാതകം ആമേൻ ആരംഭിക്കുന്നത് അവിടെയാ. പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അവിടുന്ന്. ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് ചില പ്രശ്നങ്ങൾ രൂക്ഷമായി, കൊലപാതകങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ്, അകാലത്തിലുള്ള മരണം സംഭവിക്കുന്നതിന് മുമ്പ് അധികാരിയെ പിടിച്ചുകെട്ടുവാനുള്ള അധികാരം നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ സ്വർഗം ആമേൻ അതെ നിന്നെ നിയോഗിച്ചാക്കിയിരിക്കുകയാ. മറിയയ്ക്ക് ആ കാര്യം പിടികിട്ടി. അവൾ സമർപ്പിച്ചു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. ആമേൻ. അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന, അനേക ജീവിതങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നവന്റെ തലയെ ചവിട്ടുവാൻ, മെതിക്കുവാൻ അധികാരമുള്ളവൻ എന്നിലൂടെ പുറത്തു വരണമെന്നുള്ള ദൂത ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന ചില ജീവിതങ്ങളിലൂടെ അധികാരത്തിന്റെ കൈമാറ്റം ഈ കാലഘട്ടങ്ങളിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം വേഗത്തിൽ വായിച്ചാൽ. ഹല്ലേലൂയ. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. അവൾ ആദ്യജാതനായ പുത്രനെ പ്രസവിച്ചു, മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ആമേൻ. ശീലകൾ ചുറ്റി കട്ടിലിൽ കിടത്തി എന്നല്ല, വഴിയമ്പലത്തിൽ ഇടമില്ലായകയാൽ പശുത്തൊഴുത്തിൽ അല്ലേ. ഹല്ലേലൂയ. നമ്മളൊക്കെ കുഞ്ഞ് ഉണ്ടാകാൻ പോകുന്നു എന്നറിയുമ്പോ തന്നെ ആമേൻ ബെഡ് വാങ്ങിക്കും അല്ലേ, കിടത്താനേ. എന്റെ മോളുടെ കുഞ്ഞുണ്ടായപ്പോ ആമേൻ എന്റെ മകൻ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിന്റെ പപ്പ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്തിനാ? ബെഡ് വാങ്ങാൻ, കുഞ്ഞിനെ കിടത്താൻ. ക്രമീകരണങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ആമേൻ യേശു ജനിച്ചപ്പോ ആമേൻ അങ്ങനെ കിടത്താൻ ഒരു ഇടമില്ലാതെ ആമേൻ പശുത്തൊഴുത്തിയിൽ കിടത്തിയത്. ആമേൻ. രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ച് ആക്ഷേപിച്ചു കേട്ടോ. പക്ഷേ രാജാവിന് അരമനയില്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ. ദൈവപുത്രന് സ്വർണ്ണ തൊട്ടിലില്ലെന്ന്. ഹല്ലേലൂയ. കന്നുകാലി തൊട്ടി മാത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, ആമേൻ, എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ആമേൻ എന്നെയും നിന്നെയും പിശാചിന്റെ ആ ബന്ധനത്തിനകത്ത് നിന്ന് ആമേൻ പുറത്തെടുക്കാൻ വേണ്ടി ജനിച്ച യേശു ജനിച്ചപ്പോ അവന് കട്ടിലില്ലായിരുന്നു, അവൻ അരമനയില്ലായിരുന്നു, അവന് സ്വർണ്ണ തൊട്ടിയില്ലായിരുന്നു. പിന്നെ എന്ത് തൊട്ടിയാന്നറിയാ? കന്നുകാലി തൊട്ടി. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് അടിയുണ്ടാക്കുന്ന എന്തിനു വേണ്ടിയാ? ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞ് ആമേൻ ഉണ്ടാകാൻ പോകുന്നപ്പോഴേ ആമേൻ എന്താ അത് വേണം ഇത് വേണം, അതിന്റെ പേരിൽ അടി, അതിന്റെ പേരിൽ വഴക്ക് അല്ലേ. ഇന്ന് രാത്രി തലമുറ കേട്ടോണം. ആമേൻ. യേശുവിനെ അനുഗമിക്കുന്ന തലമുറ കേട്ടോണം. നിന്നെ രക്ഷിപ്പാൻ വേണ്ടി ആമേൻ ഈ ഭൂമിയിൽ അതെ ജനിച്ച ആമേൻ ലോക രക്ഷകനായ ആമേൻ യേശുവിന് ആമേൻ കട്ടിലില്ലായിരുന്നു. ഹല്ലേലൂയ. അരമനയില്ലായിരുന്നു, സ്വർണ്ണ തൊട്ടിയില്ലായിരുന്നു, ആമേൻ കന്നുകാലി തൊട്ടി മാത്രം. ദൈവം മഹത്വം പ്രകടിപ്പിച്ചത് സമ്പന്നതയിലല്ല കേട്ടോ, ലാളിത്യത്തിലാണ്. ദൈവത്തിന്റെ അരുളപ്പാടാണ്, ദൈവത്തിന്റെ വാക്കാണ്. ആമേൻ. യേശുവിന്റെ ജനനം. ആമേൻ. ആ മറിയയുടെ ഗർഭധാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ജനനം ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറ്റല്ല, ഇത് ദൈവത്തിന്റെ മാതൃകയാണ്. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ആദ്യം വന്നത് എന്താണെന്നറിയോ? വചനമാണ്. ഹല്ലേലൂയ. ആമേൻ. ആ വചനം ആദ്യം വരും, ആത്മാവ് പ്രവർത്തിക്കും, വാഗ്ദാനം ജനിക്കും. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ കൈമാറുകയാണ്.
ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനമില്ലേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഒരനുസരണമുണ്ടായ, ഒരാഴമേറിയ സമർപ്പണമുണ്ടായ, നിന്നിൽ ആത്മാവ് വരും. ആത്മാവ് വന്നാൽ ആ പ്രവചനം നിവൃത്തിയാകും. വാഗ്ദത്തം ജനിക്കുമെന്ന് കാലങ്ങളായി കേട്ട ചില വാഗ്ദത്തമില്ലേ, ആ വാഗ്ദത്തം നിന്നിൽ ജനിക്കണമെങ്കിൽ നീ കേൾക്കുന്ന വചനം അനുസരിക്കണം. നീ കേൾക്കുന്ന വചനം അനുസരിച്ചാൽ ആത്മാവ് നിന്റെ ജീവിതത്തിൽ പരിവർത്തിക്കാൻ തുടങ്ങും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ആത്മാവിന്റെ പ്രവൃത്തി പ്രകടമാകും. നിന്റെ അവകാശത്തെ ആമേൻ തട്ടിത്തെറിപ്പിക്കുന്ന, നിന്റെ നന്മയെ കവർന്നെടുക്കുന്ന ആ പൈശാചിക മേഖലകളെ തകർക്കുവാൻ നിന്നെ ശക്തീകരിക്കുന്ന ഉയരത്തിൽ അഭിഷേകം ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ ആര് ആ വചനം അനുസരിക്കുവാൻ തയ്യാറാകും? മറിയ ദൂതിന്റെ മുമ്പിൽ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ മാത്രയിൽ പരിശുദ്ധാത്മാവ് അവളിൽ വന്നതുപോലെ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, അനുസരിക്കുന്ന ചില ജീവിതങ്ങളുടെ മേൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആത്മാവിന്റെ പകർച്ച ഇന്ന് രാത്രി അത് വീടുകൊണ്ടിരിക്കുകയാ, സംഭവിച്ചു കൊണ്ടിരിക്കുകയാ. വരും ദിനങ്ങളിൽ ആ വാഗ്ദത്തങ്ങൾ ജനിക്കും, ആ വാഗ്ദത്തങ്ങൾ ജീവിക്കും, ആ വാഗ്ദത്തങ്ങൾ കാണാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ. എത്ര പേർ ആമേൻ പറഞ്ഞു പ്രതികരിക്കും? ഹല്ലേലൂയ. ഈ തലമുറയ്ക്കുള്ള പ്രവചനത്തൂത ആത്മാവിൽ ഞാൻ കൈമാറുകയാ. ഇന്ന് പലർക്കും തോന്നുന്നു എന്റെ ജീവിതം ചെറിയതാണോ, എനിക്ക് വലിയ പശ്ചാത്തലമില്ല, എനിക്ക് വലിയ അവസരങ്ങളില്ല. പക്ഷെ കേൾക്കൂ, രക്ഷകൻ അരമനയിൽ ജനിച്ചില്ല, അവൻ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് ചെറിയ സ്ഥലങ്ങളിൽ നിന്നാണ്. ദൈവം അവൻ ചരിത്രം അവൻ എഴുതുന്നത് വിനയമുള്ള ഹൃദയങ്ങളിലൂടെയാണ്. നീ ഇന്ന് സാധാരണ ജീവിതത്തിലൂടെയാണ്. നീ ഇന്ന് സാധാരണ ജീവിതത്തിൽ കാണുമോ? ഹല്ലേലൂയ. നിന്റെ കുടുംബം പ്രശസ്തമല്ല, ആമേൻ. നിന്റെ സ്ഥിതി ആമേൻ മോശമാണ്, നിന്റെ സ്ഥിതി ചെറുതാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ, ഞാൻ നിന്നിൽ മഹത്വം വെളിപ്പെടുത്തുമെന്ന് ദൈവം പറയുന്നു. Glory to God, Jesus. ഇന്ന് രാത്രി ആമേൻ മഹത്വം ചില ജീവിതങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർ ചങ്കത്ത് കൈവച്ച് എന്നോട് ചേർന്ന് പറയുവാനിടയാകും, ദൈവത്തിന്റെ വചനം എന്റെ ജീവിതത്തിൽ നിറവേറും, പരിശുദ്ധാത്മാവ് എന്റെ മേൽ പ്രവർത്തിക്കുന്നു. ആമേൻ. എന്റെ ലാളിത്യത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. എന്റെ ചെറിയ ആരംഭം വലിയ സാക്ഷ്യമായി മാറും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ആത്മനിയോഗത്തോടെ ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ആ മറിയയോട് ആമേൻ റൂമിനകത്ത് ദൂതൻ വന്നിടപെട്ടു. ഇന്ന് രാത്രി ചില ജീവിതങ്ങളോട് ദൈവം ഇടപെടുകയാണ്. ഹല്ലേലൂയ. 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 പരിശുദ്ധാത്മാവേ, ആ മറിയയുടെ റൂമിനകത്ത് അരുളപ്പാട് നൽകിയതുപോലെ എന്റെ ജീവിതത്തിലും അവിടുത്തെ വചനം ഇടപെടണമേ, അവിടുന്ന് എന്നോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്റെ ജീവിതത്തിൽ നടക്കട്ടെ. എന്റെ ലാളിത്യത്തിൽ, എന്റെ അനുസരണത്തിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. ഓർക്കുക, ദൈവത്തിന്റെ പദ്ധതികൾ ആമേൻ മനുഷ്യന്റെ ലാജിക്കിനപ്പുറമാണ്. ആമേൻ. ലാളിത്യത്തിലാണ് മഹത്വം ജനിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അത് യേശുവിന്റെ ജനനം കൊണ്ട് സ്വർഗം ഭൂമിയെ സ്പർശിക്കുവാനിടയായി. ഹല്ലേലൂയ. അവസാനമായി പ്രിയരെ, യേശുവിന്റെ ജനനം ആമേൻ ഒരു കുഞ്ഞിന്റെ ജനനം മാത്രമല്ല, അത് ചരിത്രം തിരിഞ്ഞ നിമിഷമാണ്. അത് സ്വർഗം ഭൂമിയെ സ്പർശിച്ച നിമിഷമാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം വേഗത്തിൽ
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. ഹല്ലേലൂയ. വചന ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങളുടെ തേജസ്. ആമേൻ. ഹല്ലേലൂയ. ദൈവം ദൂരെയുള്ള ഒരു ശക്തിയല്ല. ആമേൻ. അവൻ മനുഷ്യനായി, അവൻ നമ്മുടെ വേദന അനുഭവിച്ചു, അവൻ നമ്മുടെ കണ്ണീർ കണ്ടു. ആമേൻ. ഹല്ലേലൂയ. ഇത് ആമേൻ. യേശുവിന്റെ ജനനം, അദൃശ്യനായ ദൈവം ദർശനായി ഈ ഭൂമിയിലേക്ക് വന്നതാണ്. ഹല്ലേലൂയ. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ അർത്ഥം തന്നെ നമ്മൾ ഗ്രാമർ പഠിക്കും. ഹല്ലേലൂയ. പഠിക്കുക, ഇംഗ്ലീഷ് പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ ചില ജീവിതങ്ങളോട് ഹല്ലേലൂയ ഹല്ലേലൂയ ഇടപെടുകയാണ്. വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവം ദൂരെയുള്ള ഒരു ശക്തിയല്ല. ആമേൻ. അവൻ മനുഷ്യനായി, അവൻ നമ്മുടെ വേദന അനുഭവിച്ചു, അവൻ നമ്മുടെ കണ്ണീർ കണ്ടു. ഹല്ലേലൂയ. അവൻ അദൃശ്യനായ ദൈവം ദർശനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇനി മനുഷ്യൻ ദൈവത്തെ തേടേണ്ടതില്ല. ആമേൻ. ദൈവം മനുഷ്യനെ തേടി വന്നു. ഇന്ന് ഒറ്റപ്പെടലിൽ കഴിയുന്നവർക്കുള്ള ദൂത, നീ ഒറ്റയ്ക്കല്ല, സ്വർഗം നിന്നെ സ്പർശിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. ഹല്ലേലൂയ. ആമേൻ. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും. ഹല്ലേലൂയ. വായിച്ചു. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കിക്കേ, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. ആമേൻ. യേശു ജനിച്ച നിമിഷം ഹല്ലേലൂയ രക്ഷയുടെ ഘടികാരം ആമേൻ പ്രവർത്തനം തുടങ്ങി. ആമേൻ. ക്രൂശ് ഇനി ദൂരെയല്ല. ആമേൻ. ശാപം അവസാനിക്കാൻ സമയമായി. ഹല്ലേലൂയ. ആമേൻ. ശാപം അവസാനിക്കുവാൻ ഹല്ലേലൂയ തുടങ്ങി. ആമേൻ. പാപബന്ധനം തകരുവാൻ പദ്ധതി നടപ്പായി. ആമേൻ. ഇന്ന് മനുഷ്യൻ ശ്രമിക്കുന്നു ഹല്ലേലൂയ നിയമങ്ങൾ കൊണ്ട് രക്ഷ നേടാൻ, ഹല്ലേലൂയ സമ്പത്ത് കൊണ്ട് സുരക്ഷ കണ്ടെത്താൻ. പക്ഷേ രക്ഷ മനുഷ്യ ആശ്രയത്തിലൂടെയല്ല, ദൈവത്തിന്റെ ആമേൻ പുത്രനായ യേശുവിന്റെ ജനനത്തിലൂടെയാണ്. ഹല്ലേലൂയ. ആമേൻ. സഭയുടെ തുടക്കം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ജനനമില്ലെങ്കിൽ ക്രൂശില്ല. ഹല്ലേലൂയ. ക്രൂശില്ലെങ്കിൽ ഉയർപ്പില്ല. ആമേൻ. ഉയർപ്പില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കില്ല. ആമേൻ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. അവസാന നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സകല ആമേൻ ജഡത്തിന്മേലും പകരും. ഹല്ലേലൂയ. വായിച്ചാട്ട് പ്രവർത്തികളുടെ പുസ്തകം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഹല്ലേലൂയ. ഇന്ന് ലോകമെമ്പാടും ആരാധന ഉയരുന്നത് അവൻ ജനിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സഭ ഒരു കെട്ടിടമല്ല, അത് ആമേൻ യേശുവിന്റെ ജനനത്തിന്റെ ഫലമാണ്. ഹല്ലേലൂയ. അത് ക്രൂശിന്റെ ജയത്തിന്റെ സാക്ഷ്യമാണ്. ആമേൻ. ഈ തലമുറയ്ക്കുള്ള ആമേൻ ദൈവിക ദൂത് ഞാൻ കൈമാറട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് സാങ്കേതിക ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അതിനകത്തായിരിക്കുന്ന ജീവിതങ്ങളുടെ ഹൃദയം ശൂന്യമായി കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതേ, ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു.
മനുഷ്യൻ ആത്മീയമായി ദരിദ്രനായിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. യേശുവിന്റെ ജനനം പ്രഖ്യാപിക്കുന്നു. സ്വർഗം ഭൂമിയിൽ ഇടപെടുന്നു. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വീട്ടിൽ രക്ഷാ പദ്ധതി ആമേൻ ഹല്ലേലൂയ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ ഒഴുക്ക് ആമേൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല. ആമേൻ. നിന്റെ ആമേൻ ജീവിതത്തിൽ ക്രൂശിന്റെ അനുഭവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവിതത്തിന് ഒരു ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. എത്ര പേര് ചങ്കത്ത് കൈവച്ച് അത് പ്രഖ്യാപനമായിട്ട് സ്വീകരിക്കും? സ്വർഗം എന്റെ ജീവിതത്തെ സ്പർശിച്ചു. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയുവാൻ കഴിയും? സ്വർഗം എന്റെ ജീവിതത്തെ സ്പർശിച്ചു. രക്ഷയുടെ പദ്ധതി എന്റെ വീട്ടിൽ പ്രവർത്തിക്കുന്നു. എന്റെ കുടുംബത്തിൽ ആ ഉയർപ്പിന്റെ ശക്തി വരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് എന്റെ മേലിൽ വരുന്നു. ഹല്ലേലൂയ. തലകളെ വണങ്ങിയാട്ട് കർത്താവേ, വചന ജഡമായി അവിടുന്ന് വന്നതിന് നന്ദി കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ രക്ഷയുടെ പദ്ധതി നിറവേറട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ ആ ഉയർപ്പിന്റെ ആത്മാവിന്റെ ഒഴുക്ക് വരട്ടെ. ഈ തലമുറയിൽ സഭ ആത്മാവിൽ ശക്തിപ്പെടട്ടെ, ആത്മാവിൽ നിറയപ്പെടട്ടെ. എല്ലാ പ്രശ്നത്തിനകത്ത് നിന്നും ഈ തലമുറ വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. ഓർക്കുക, യേശുവിന്റെ ജനനം കൊണ്ട് സ്വർഗം ഭൂമിയെ സ്പർശിച്ചു. ഇരുട്ട് ഇനി വാഴില്ല. ഹല്ലേലൂയ. ആമേൻ. ഈ സമയത്തേക്കാണ് നീ ജനിച്ചത്. നീ ചോദിച്ചില്ലേ, ഞാൻ എന്തിനാ ജനിച്ചത്? ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? എന്റെ ജീവിതം കൊണ്ട് എന്താ നേട്ടം, എന്താ അർത്ഥം? ഞാൻ പലർക്കും തലവേദനയാണ്. നിന്നെ നോക്കി പലരും ചോദിക്കുന്നില്ലേ, എന്തിനാ നീ ഇങ്ങനെ ജീവിക്കുന്നത്? നിന്നെ കൊണ്ട് എന്താ പ്രയോജനം? ആമേൻ. ഈ സമയത്തേക്കാണ് നീ ജനിച്ചത്. പ്രിയരേ, ഈ ലോകമെമ്പാടും ഒരു മൗന ചോദ്യം ഉയരുന്നു. എന്റെ ജീവിതത്തിന് എന്ത് വിലയാ ഉള്ളത്? എന്റെ ജീവിതത്തിന് എന്ത് അർത്ഥമാ ഉള്ളത്? എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടോ? ഇങ്ങനെ ജോലി ചെയ്യുന്നു, ഇങ്ങനെ അധ്വാനിക്കുന്നു, ആമേൻ, എന്നും പ്രശ്നമാണ്, എന്നും വഴക്കാണ്, എന്നും അസ്വസ്ഥതയാണ്. എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടോ? പല യുവാക്കളും ചോദിക്കുന്നു, പല യുവതികളും ചോദിക്കുന്നു, പല യൗവനക്കാരും ചോദിക്കുന്നു, പല ഭാര്യമാരും, പല ഭർത്താക്കന്മാരും, പല അപ്പന്മാരും, പല അമ്മമാരും ചോദിക്കുന്നു. ഇന്നത്തെ തലമുറ സോഷ്യൽ മീഡിയയിൽ ലൈക്കുകളുടെ വില തേടുന്നു. അല്ലേ? കമന്റും ലൈക്കും ഷെയറും. ഹല്ലേലൂയ. അതിലൂടെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ശ്രമിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അംഗീകാരം അന്വേഷിക്കുന്നു, ജോലിയിലും ബന്ധങ്ങളിലും തകർച്ച കാണുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ഈ സാഹചര്യത്തിന്റെ നടുവിൽ ആയിരിക്കുന്ന ആമേൻ ഈ തലമുറയിൽ ജനിച്ചിരിക്കുന്നവരുടെ ദൈവാത്മാവ് വചനത്തിലൂടെ പറയുന്നത് എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യത്തിലൂടെയാണ്. ഹല്ലേലൂയ. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം വേഗത്തിൽ വായിച്ചാണ്. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. നശിച്ചു പോകും.
ആമേൻ. അതിന്റെ ശരിയായ ആമേൻ മലയാളം ആമേൻ ഇപ്രകാരമാ: ഇത്തരം സമയത്തേക്കല്ലോ നീ രാജ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആ അധ്യായം വായിക്കുമ്പോൾ ആമേൻ നമുക്ക് അതിന്റെ രത്നച്ചുരുക്കം മനസ്സിലാകും. ആമേൻ. ഹല്ലേലൂയ. ഇത്തരം സമയത്തേക്കല്ലോ നീ രാജസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ആമേൻ. എസ്തർ ആമേൻ യാദൃച്ഛികമായി രാജ്ഞിയായില്ല. അവൾ ഒരു ദൈവിക സമയത്തിനായി ഉയർത്തപ്പെട്ടു. ആമേൻ. അതുപോലെ നീ യാദൃച്ഛികമായി ഒരു കാലഘട്ടത്തിൽ ജനിച്ചിട്ടില്ല. ആമേൻ. നിന്റെ ജനനം ഒരു യാദൃച്ഛികമായ ജനനമായിരുന്നില്ല. ആമേൻ. നിന്റെ ജീവിതം, ആമേൻ, നിന്റെ ഭാവി, ആമേൻ, നിന്റെ വിവാഹം, നിന്റെ കുടുംബം, ആമേൻ, ഹല്ലേലൂയ, യാദൃച്ഛികമായ ആമേൻ ഒരു അനുഭവമല്ല. ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ യാദൃച്ഛികമായി നീ കാലഘട്ടത്തിൽ ജനിച്ചിട്ടില്ല. നീ ദൈവത്തിന്റെ സമയക്രമത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ കുറിച്ച് ആമേൻ പദ്ധതിയുണ്ടെന്ന്, നിയോഗമുണ്ടെന്ന്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5-ാം അധ്യായം ആമേൻ 14-ാം വാക്യം ആമേൻ ഇപ്രകാരമാണ് അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. ആമേൻ. മത്തായി സുവിശേഷം 5:14 വായിച്ചു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കണ്ടോ? നീ ഇരുട്ടല്ല കുഞ്ഞെ. ചില ഭാര്യമാരോട് പറയാം നീ ഇരുട്ടല്ല. ചില ഭർത്താക്കന്മാരോട് പറയാം നീ ഭർത്താവല്ല, നീ ഇരുട്ടല്ല. ചില തലമുറകളോട് പറയാം നീ ഈ കാലഘട്ടങ്ങളിൽ ഇരുട്ടല്ല. യേശു ആമേൻ അതേ തലമുറകളെ നോക്കി പറയുക. യേശു തന്നെ അനുഗമിക്കുന്നു, നോക്കി പറയുക, തന്നെ അനുസരിക്കുന്നവരെ നോക്കി പറയുക, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. മറഞ്ഞിരിപ്പാൻ പാടില്ല. നീ മറഞ്ഞിരിക്കേണ്ടവനല്ല, നീ ഒതുങ്ങിയിരിക്കേണ്ടവനല്ല, നീ കരഞ്ഞിരിക്കേണ്ടവനല്ല, നീ നിരാശപ്പെട്ടിരിക്കേണ്ടവനല്ല, നീ സങ്കടപ്പെട്ടിരിക്കേണ്ടവളല്ല. നിന്റെ തലമുറകൾ കാണുമ്പോ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഒതുങ്ങിയിരിക്കേണ്ടവളല്ല. നിന്റെ സ്വന്തക്കാരും ബന്ധുക്കാരും കാണുമ്പോ നീ ഇങ്ങനെ ഒരു മൂലയില് ഒതുങ്ങിയിരിക്കേണ്ടവളല്ല. ഹല്ലേലൂയ. യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ലോകം ഇരുണ്ടാൽ വെളിച്ചത്തിന്റെ വില കൂടും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വില കൂടുന്നത് എപ്പോഴാണെന്നറിയോ? ആമേൻ. ലോകം ഇരുളുമ്പോഴാ. ആമേൻ. ലോക ജനത ഇരുളിനകത്ത് അകപ്പെടുമ്പോഴാണ് നിന്റെ വില നീ അറിയാൻ പോകുന്നത്. ഹല്ലേലൂയ. ആമേൻ. അവര് പ്രശ്നത്തിനകത്ത് മുങ്ങാൻ പോകുക, താഴാൻ പോകുക. ആമേൻ. സ്വസ്ഥത നഷ്ടപ്പെടുമ്പോ ആമേൻ സ്വസ്ഥതയുമായി. ഹല്ലേലൂയ. ആമേൻ. ലോകം ഇരുണ്ടാൽ വെളിച്ചത്തിന്റെ വില കൂടും. ഇന്ന് സമൂഹം മൂല്യങ്ങൾ ആമേൻ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? സത്യത്തിന് വിലയില്ല, സത്യം മുങ്ങുന്നു. ഹല്ലേലൂയ. പാപം സാധാരണ വൽക്കരിക്കുന്നു. ഹല്ലേലൂയ. അത്തരം സമയത്ത് ദൈവം നിന്നോട് പറയുന്നതാ നീ വെളിച്ചമാകുന്നുവല്ല. ഹല്ലേലൂയ. ആമേൻ. സമയം ആമേൻ യാദൃച്ഛികമല്ല. ആമേൻ. ദൈവം ചരിത്രത്തിൽ മനുഷ്യരെ എത്തിയെന്നു നിയമിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതേ സമയം യാദൃച്ഛികമല്ല. ഹല്ലേലൂയ. ഓ മോശം സമയമായത്. ആമേൻ. നല്ല സമയത്തല്ല ഞാൻ ജനിച്ചത്. അല്ലേ? ഞാൻ ജനിച്ച സമയം എന്തല്ല, നല്ലതല്ല. ആമേൻ. ചിലർ അങ്ങനെ പറഞ്ഞെന്തിയാ? ഹല്ലേലൂയ. ആമേൻ. ചിലർ പറയുന്നു ഞാൻ ജനിച്ച സ്ഥലം അത്ര ശരിയല്ലല്ലോ. ഹല്ലേലൂയ. സ്ഥലം യാദൃച്ഛികമല്ല. നീ ജനിച്ച കുടുംബം, നഗരം, ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ നിയമനമാണ്. നീ അവിടെ ജനിക്കണമെന്നും നീ ആമേൻ അവിടെ പഠിക്കണമെന്നും നീ അവിടെ ജോലി ചെയ്യണമെന്നും നീ ഇങ്ങനെ വിവാഹം കഴിക്കണം എന്നും. നിന്റെ ശബ്ദം അനാവശ്യമല്ല. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ശബ്ദം അനാവശ്യമല്ല. നീ മിണ്ടാതെ ഇരിക്കാനല്ല ജനിച്ചത്. ആമേൻ. സത്യത്തിന്റെ ശബ്ദമാകാൻ. ആമേൻ. നിന്റെ ശബ്ദം സത്യത്തിന് വേണ്ടിയായിരിക്കണം. ഇന്നത്തെ തലമുറയ്ക്കുള്ള ദൂത് ആമേൻ ഞാൻ കൈമാറട്ടെ.
ഇന്ന് യുവാക്കളും യുവതികളും പറയുന്നത്, നീ ഒരു സാധാരണ നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ, നീ ഒരു ജനക്കൂട്ടത്തിന്റെ ഭാഗം മാത്രമാണ്, അല്ലേ? നീ നിന്റെ വീടുമായിട്ട് മാത്രമേ ചേർന്ന് പോകത്തുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, നീ ഒരു തലമുറയുടെ വഴിത്തിരിവാണ്. ആമേൻ. ആ പാരമ്പര്യത്തിനകത്ത് ഒതുങ്ങി നിൽക്കേണ്ടവനല്ല, ആ പാരമ്പര്യത്തെ പൊട്ടിച്ച അനേകരെ ആമേൻ ദൈവിക വഴിയിലേക്ക് നയിക്കേണ്ടവളാ. നീ ഒരു തലമുറയുടെ വഴിത്തിരിവാണ്. നിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ആദ്യ വിശ്വാസി നീ ആയിരിക്കാം. ആമേൻ. നിന്റെ കുടുംബത്തിൽ ദൈവത്തെ വിശ്വസിക്കുവാൻ ആദ്യം ഇറങ്ങി തിരിച്ച വ്യക്തി, നിന്റെ ഓഫീസിൽ സത്യത്തിന്റെ സാക്ഷി നീയാകാം. നിന്റെ ആമേൻ നഗരത്തിൽ ഉണർവിന്റെ തുടക്കം നീയാകാം. നീ വെളിച്ചം തെളിയിച്ചാൽ ഇരുട്ട് ആമേൻ പരാതിപ്പെടും. നീ വെളിച്ചം തെളിയിച്ചാൽ ഇരുട്ട് പിന്മാറും. ഒന്നും കൂടെ പറഞ്ഞാൽ, നീ വെളിച്ചമാകാൻ തുടങ്ങിയാൽ നിനക്കെതിരെ പിറുപിറുപ്പുണ്ടാകും, നിന്നെ കെടുത്താൻ. അല്ലെ, നമ്മുടെ വീട്ടില് ഒരു ചിമ്മിനി കൂട് കത്തിച്ചു വെച്ചാൽ, മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചാൽ, ആമേൻ, പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളില് ആമേൻ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെക്കുമ്പോ ആമേൻ ചില പാറ്റകൾ വന്നല്ലേ, ആമേൻ, അതെ, ചില വണ്ടുകൾ വന്നിട്ട് അല്ലെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചാൽ ആമേൻ അത് കെടുത്താൻ വേണ്ടി എന്ത് ചെയ്യും? അങ്ങനെ വരുന്ന ചില വണ്ടുകളും പാറ്റകളും ഒക്കെ ആ തീയുടെ ചൂടിൽ ആമേൻ എന്ത് ചെയ്യാറുണ്ട്? ചത്തു വീഴാറുണ്ട്. എന്നാൽ ചില മിടുക്കന്മാര് വന്നിട്ട് അതിനെ അടിച്ച് എന്ത് ചെയ്യും? കെടുത്തു. ആമേൻ. എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ ഉണ്ട്. ആമേൻ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. എന്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഒക്കെ വരുന്നതിന് മുമ്പ് ആമേൻ മണ്ണെണ്ണ വിളക്ക്, ആമേൻ, ഞങ്ങളുടെ ചുറ്റുപാടും തെങ്ങും തോപ്പും റബ്ബർ തോട്ടം ഒക്കെ ഉള്ളത് കൊണ്ട് ആമേൻ അവിടെ നിന്ന് ചില വണ്ടുകൾ വന്ന് ഈ വിളക്ക് കെടുത്തു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ചിലത് എന്ത് ചെയ്യും? ആമേൻ പിന്മാറിപ്പോകും, വന്നിട്ട് അങ്ങ് പോകും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ, നീ വെളിച്ചം തെളിയിച്ചാൽ ഇരുട്ട് പരാതിപ്പെടും, പക്ഷെ അത് പിന്മാറും. ആമേൻ. അത് പിന്നീട് ആമേൻ അതങ്ങ് പൊക്കോളും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ചിലരോട് ഞാൻ പ്രവചനാത്മാവിൽ ചില പ്രഖ്യാപനങ്ങൾ പറയാം. ഞാൻ ഈ സമയത്തേക്കാണ് ജനിച്ചത്. ഹല്ലേലൂയ. ഒരു സ്വത്രം പറയാം. ആമേൻ. എന്റെ ജീവിതത്തിന് ദൈവിക വിലയുണ്ട്. ആമേൻ. എന്റെ കുടുംബത്തിൽ ഞാൻ വെളിച്ചമാണ്. ഹല്ലേലൂയ. ആമേൻ. എന്റെ നഗരത്തിൽ ഞാൻ ജീവന്റെ സാക്ഷിയാണ്. ആമേൻ. ഹല്ലേലൂയ. എന്റെ തലമുറയിൽ ഞാൻ സത്യത്തിന്റെ ശബ്ദമാണ്. ഇന്ന് രാത്രി ഈ തിരിച്ചറിവോടുകൂടി വേണം കിടന്നുറങ്ങാൻ പോകാൻ. ആമേൻ. ഈ വെളിപ്പാടോട് കൂടെ വേണം ഇനിയുള്ള നാളുകൾ ജീവിക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവേ, ഈ സമയത്തേക്കാണ് അവിടുന്ന് എന്നെ ജനിപ്പിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവിതം ആമേൻ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ഏവരുടെയും ജീവിതം വെളിച്ചമാക്കി ഉപയോഗിക്കണമേ. ഓരോ കുടുംബത്തിലും, ഓരോ പട്ടണങ്ങളിലും, ഗ്രാമങ്ങളിലും, നഗരങ്ങളിലും അവിടുത്തെ മഹിമ കണ്ട സാക്ഷിയായി ജീവിപ്പാൻ ഈ തലമുറയിൽ കർത്താവേ അവിടുത്തെ ശബ്ദമാകുവാൻ എല്ലാവരും ഇടയാക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നീ ഈ കാലഘട്ടത്തിന്റെ തെറ്റായ സമയമല്ല, നീ ദൈവത്തിന്റെ കൃത്യ സമയ നിയമനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ പ്രിയരെ, ഇപ്പോൾ വിശ്വാസത്തോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ആമേൻ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് തുറന്നേ. ഹല്ലേലൂയ. ഒന്ന് ഹൃദയം തുറന്ന് ആ സന്തോഷത്തോടൊന്ന് ചിരിച്ചോണ്ട് ആമേൻ ഒരു ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഇനിയും വാക്കുകൾ ദീർഘമാക്കുവാനല്ല,
ആമേൻ ഒരു ആത്മീയ പ്രഖ്യാപനം ആമേൻ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനാണ്. ആമേൻ സങ്കീർത്തനം 139:16 നമ്മെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ എന്റെ ദിവസങ്ങൾ നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നാം എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്നുള്ളത്, ആമേൻ നമ്മുടെ അന്ത്യം എപ്രകാരം ആയിരിക്കണമെന്നുള്ളത് ആമേൻ അതേ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞാൻ ഞങ്ങളോട് പറയാം, ആമേൻ ഈ തലമുറയിൽ ജനിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാ ഞാനല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഉറക്കെ ഇന്ന് രാത്രി പ്രഖ്യാപിക്കണം, ആമേൻ എന്റെ ജനനം ദൈവിക നിയമനമാണ്. കേൾക്കട്ടെ, ചുറ്റുപാടും കേൾക്കട്ടെ. ആമേൻ പിശാചുക്കൾ വിറയ്ക്കട്ടെ. ആമേൻ ഉറച്ച സ്വരത്തോടെ നിങ്ങൾ പറ, എന്റെ ജനനം ദൈവിക നിയമനമാണ്. ഹല്ലേലൂയ. ഞാൻ യാദൃശികമായിട്ട് ജനിച്ചവനല്ല, ഞാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ജനിച്ചവനാണ്. ഹല്ലേലൂയ. എന്റെ ജീവിതം ആമേൻ ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. എന്റെ ഭാവി അനിശ്ചിതമല്ല. ആമേൻ ദൈവം എന്റെ നാളുകൾ കയ്യിൽ പിടിച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ ജനനം എന്റെ മോചനത്തിന്റെ തുടക്കമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ക്രൂശിലെ ജയം എന്റെ അവകാശമായിരുന്നു. അതേ ബന്ധനങ്ങൾ തകർക്കുകയായിരുന്നു. ആമേൻ. എന്റെ വീട്ടിൽ രക്ഷയുടെ സമയം ആരംഭിച്ചു. ആമേൻ. ഇരുട്ട് പിന്മാറുന്നു, സമാധാനം വരുന്നു, ദൈവിക ഇടപെടലുകൾ നടക്കുന്നു. ഹല്ലേലൂയ. എന്റെ തലമുറയിൽ ഞാൻ വെളിച്ചമാണ്. ഹല്ലേലൂയ. ഞാൻ മിണ്ടാതിരിക്കില്ല. ഞാൻ സത്യത്തിന് വേണ്ടി ശബ്ദം ഉയർത്തും. ആമേൻ. ഞാൻ വിശ്വാസത്തിന്റെ മഹിമ കണ്ട സാക്ഷിയായി ആമേൻ നിലനിൽക്കും. വിശ്വാസത്തിന്റെ മഹിമ കണ്ട സാക്ഷിയായി ജീവിക്കും. ഹല്ലേലൂയ. 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 ഇന്ന് രാത്രി ആമേൻ ചില പ്രിയപ്പെട്ടവർ മടങ്ങി വരട്ടെ, മനസ്സാന്തരപ്പെടട്ടെ, ദൈവസന്നിധിയിൽ അനുതാപത്തിന്റെ കണ്ണുനീരൊഴുക്കട്ടെ. ഓ, ഞാൻ അറിയേണ്ടതുപോലെ നാളിതുവരെ അറിയാതെയാണ് ഓ എന്റെ ദൈവത്തെ ഞാൻ അനുഗമിച്ചത്. ഇന്ന് രാത്രി ഞാൻ അറിയേണ്ടത് അറിയുവാൻ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിങ്കിലേക്ക് ഒന്ന് അടുക്കുവാനിടയാകുന്ന രാത്രിയാകട്ടെ. ഇന്നൊരു ആത്മീയ തുടക്കം. ആമേൻ. ഇന്ന് ഒരു പുതിയ അധ്യായം ഹല്ലേലൂയ ആരംഭിക്കുകയാണ്. ഒരു പുതിയ പേജ് എഴുതി തുടങ്ങുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി ഗബബബ ശംധരാധന. ഹല്ലേലൂയ. 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 ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ഹല്ലേലൂയ വേർതിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കുക. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ കർത്താവേ, എനിക്ക് ഈ ആമേൻ കാഴ്ചപ്പാട് നൽകുന്നതിനായി സ്തോത്രം. എന്റെ തലമുറകൾക്ക് ഈ കാഴ്ചപ്പാട് കൊടുക്കണമേ. എന്റെ സമൂഹത്തിന് ഈ കാഴ്ചപ്പാട് കൊടുക്കണമേ. എന്റെ ദേശത്തിന് ഈ കാഴ്ചപ്പാട് കൊടുക്കണമേ. ആമേൻ. 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 സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എന്റെ ജനനത്തിന്റെ ലക്ഷ്യം എനിക്ക് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. എന്റെ ജീവിതം അവിടുത്തെ പദ്ധതിയുടെ ഭാഗമാണെന്ന് ഇന്ന് രാത്രി കേൾപ്പിച്ചതിനായി നന്ദി. അവിടുത്തെ ജനനം എന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകട്ടെ. എന്റെ ഹൃദയത്തിൽ വെളിച്ചം തെളിയട്ടെ. എന്റെ കുടുംബത്തിൽ രക്ഷയുടെ സമയം ആരംഭിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഞാൻ അവിടുത്തെ ദൈവിക ഉപകരണമായി മാറട്ടെ. എന്റെ ശബ്ദം അവിടുത്തെ സത്യത്തിനു വേണ്ടി ഉതകട്ടെ. എന്റെ ജീവിതം അവിടുത്തെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടട്ടെ. ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി
ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതം എന്തിനെന്നും അവിടുത്തെ പുത്രനായ യേശുവിന്റെ ജനനം എന്തിനു വേണ്ടിയായിരുന്നു ഇന്ന് രാത്രി വചനത്തിലൂടെ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറച്ചാട്ട അടിയങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഈ പാട്ടിന്റെ ഈരടികൾ കേൾക്കുമ്പോൾ ഹല്ലേലൂയ ആ ദൈവിക ഭക്തിയുടെ ഭാഗമായി ജീവിപ്പാൻ ആമേൻ. മറിയ പോയ നിമിഷങ്ങളിൽ വിലയിലെന്ത് തോന്നിയപ്പോ സ്വർഗമെന്നേ ഓർമ്മിച്ചു പേര് വിളിച്ചു കരഞ്ഞപ്പോ ഉദരത്തിൽ രൂപം കൊടുക്കും മുമ്പേ നീ എന്നെ അറിഞ്ഞവൻ, എന്റെ ദിവസങ്ങൾ എഴുതിയവൻ, എന്റെ ഭാവി കയ്യിൽ പിടിച്ചവൻ. ഞാൻ യാദൃശ്ചികമല്ല, ദൈവിക നിയമനം. എന്റെ ജീവിതം ഒരു സാക്ഷ്യം, എന്റെ ജനനമരുളി. യാദൃശ്ചികമല്ല, ഞാൻ ദൈവിക നിയമനം. എന്റെ ജീവിതം ഒരു സാക്ഷ്യം, എന്റെ ജനനമരുളി. പാപം വന്നാലും വാഗ്ദാനം മങ്ങിയില്ല, ഇരുട്ട് ചുറ്റിയാലും വെളിച്ചം മണ്ണഞ്ഞില്ല. കുരിശിലെ രക്തം എന്റെ വില പറഞ്ഞ ശൂന്യകവറിന്റെ പ്രഭാതം എന്റെ ജയം ഉറപ്പിക്കടയും. ഞാൻ എൻ കണ്ണീർ വിത്താകുന്നു, നാളെ ജയം പൊട്ടിത്തെളിയും. ഞാൻ ദൈവത്തിന്റെ മറുപലി ഈ തലമുറയ്ക്കായി ജനിച്ചു. ഞാൻ